السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ഏറ്റവും പ്രിയം നിറഞ്ഞ അൽക്കലിം അക്കാദമിയിലെ എൻ്റെ കൂട്ടുകാരെ, സ്ക്രീന് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ തിയറീസ് പരിചയപ്പെടുത്തി. കൺസ്റ്റിറ്റ്യൂസും അതിൻ്റെ അനുബന്ധ തിയറികൾ, അതുപോലെ തന്നെ ബിഹേവിയറിസം അതിൻ്റെ തിയറികളൊക്കെയാണ് പറഞ്ഞത്. ഇനി ബാക്കി കുറച്ചുള്ള ഒരു ഭാഗം കൂടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ച് സ്ട്രാറ്റജികളാണ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ നമുക്ക് ഭാഷ പഠിക്കാം, അല്ലെങ്കിൽ ഭാഷ എങ്ങനെയൊക്കെ പഠിപ്പിക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലോകത്തുള്ള ചില മെത്തേഡുകൾ, അതാണ് സ്ട്രാറ്റജി, തുറുക്കുത്ത് ദിരീസ് എന്നൊക്കെ പറയുന്നത്. التي يحتاج معلم جميع التخصصات إلى استخدامها എന്ന് പറയുന്നു. ഒരു അധ്യാപകന് അവന്റെ കയ്യിലുള്ള മെറ്റീരിയൽസ്, അതുപോലെ തന്നെ അവന്റെ കയ്യിലുള്ള ഈ കണ്ടന്റ് തന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിയുടെ മനസ്സിലേക്ക് അവന്റെ കഴിവും അവന്റെ ബുദ്ധിയും അനുസരിച്ച് എങ്ങനെ ഇട്ടുകൊടുക്കുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളത് ബന്ധപ്പെടുത്തിയിട്ടാണ് ത്വരീഖ അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത്. താബീറുൻ അൻ മിൻതഖിൻ ഔ ഉസ്ലൂബിൻ ജദീദ്, ഒരു സ്ഥലം പുതിയ ശൈലി, ദി അദവാത്തിൻ ജദീദ ഫി തഫ്കീർ, പുതിയ പുതിയ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട്, ബിമാനിഹ തഖ്ലീദിയ, പാരമ്പര്യമായിട്ട് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റിനെ ആധുനികതയുടെ ലോകത്ത്, ആ ലോകത്തിനെ ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ പെട്ടെന്ന് ഓരോ കാലഘട്ടത്തിലെയും ജനറേഷൻ എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കുന്നത്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ പറയേണ്ട ആശയങ്ങളെ കൊണ്ടുവന്ന് ടെക്നോളജികൾ, അതുപോലെ പുതിയ പുതിയ ഫിലോസഫികൾ, ഇതൊക്കെ വെച്ച് കുട്ടിയെ പഠിപ്പിക്കാം. ഖത്തുസ്സീരി ലിൽ വുസൂലി ഇലൽ ഹദ്ഫി വൽ ഇതാരിൽ മുവജ്ജഹ് എന്നും അതിനെ നിർവചിക്കുന്നുണ്ട്. നമുക്ക് സഞ്ചരിക്കാനുള്ള ഒരു റൂട്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ ക്ലാസ്സിൽ പഠനം നടക്കുമ്പോൾ അധ്യാപകൻ ഏത് റൂട്ടിലാണ് സഞ്ചരിക്കാനുള്ളത്, അതിനുള്ള ഒരു മാർഗത്തെ ഖത്തുസ്സൈർ എന്നാണ് പറയുന്നത്. സഞ്ചാര പദത്തെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട ത്വരീഖത്തുകള്: ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയ, ത്വരീഖത്തുൽ ഇസ്തിഖറാഇയ, ത്വരീഖത്തുൽ മുഹാളറ, ത്വരീഖത്തുൽ മുനാഖശ, ത്വരീഖത്തുൽ ഹിവാർ, ത്വരീഖത്തുൽ ഖിസ്സ, ത്വരീഖത്തു ഹല്ലുൽ മുഷ്കില, പ്രോബ്ലം സോൾവിങ്, ത്വരീഖത്തുൽ മശ്റൂഅ, പ്രൊജക്ട് മെത്തേഡ്, ത്വരീഖത്തു സിയാറാത്തിൽ മൈദാനിയ, വിസിറ്റിംഗ് മെത്തേഡ്, അതുപോലെ തന്നെ ത്വരീഖത്തു തദ്രീബുൽ ഇസ്തിഫാമി എന്ന് പറയും. ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാ അല്ലാഹ് ക്ലാസ് എടുക്കുമ്പോൾ പറയാം. ചെറിയ നിലക്ക് ഒന്ന് പരിചയപ്പെടുത്തി പോകുന്നുള്ളൂ. ആയത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല, എങ്കിലും ഓരോ മെത്തേഡുകളെ പറ്റി കൃത്യമായിട്ട് ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. ത്വരീഖത്തുൽ തർജുമ, ട്രാൻസ്ലേഷൻ മെത്തേഡ്, ത്വരീഖത്തുൽ മുബാശറ, ഡയറക്റ്റ് മെത്തേഡ്, കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, ത്വരീഖത്തുൽ തവാസുലിയ എന്ന് പറയുന്നത്, ത്വരീഖത്തുൽ തർക്കീബിയ, സ്ട്രക്ചറൽ മെത്തേഡ്, അങ്ങനെയൊക്കെയാണ് പ്രധാനപ്പെട്ട മെത്തേഡുകളായിട്ട് പറയുന്നത്.
ഇതിൽ ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ, ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ, ഇത് സാധാരണ ചോദിക്കാറുണ്ട്. ഇതിന്റെ ഇംഗ്ലീഷ് ടേമുകൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കാം. ഇസ്തിംബാത്തിയ, ഇസ്തിഖ്റാഇയ എന്നൊക്കെ പറഞ്ഞാല് ഇൻഡക്റ്റീവ് മെത്തേഡ്, ഇൻഡക്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ഇൻവെൻഷൻ മെത്തേഡ് എന്നും പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൈറു തദ്രീസ് മിനൽ ജുസ്ഇ ഇലൽ കുല്ലി മിനൽ അംസിലത്തി ഇലൽ ഖായിദ, ഇതാണ് പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുള്ളത്. നിർവചനങ്ങള് ഏത് മെത്തേഡിന്റെ നിർവചനാണ് എന്നുള്ള നിലക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. വോയിസ് ക്ലിയർ അല്ലേ? ഹലോ, എന്താണ് ആരൊന്നും ഉണ്ടാത്തത്? ഓക്കെ അല്ലേ? ഞാൻ ടൈപ്പ് ചെയ്യുന്ന ചിലപ്പോൾ ഇതിൽ കാണൂല, പിന്നെ സ്ക്രീനിൽ തിരിച്ചു വന്ന വോയിസ് ആയിട്ട് ഓക്കെ എന്നൊന്ന് പറഞ്ഞാൽ ഒരു ഉപകാരം. അപ്പോ ഇതില് പല എക്സാമിനും ചോദിച്ചൊരു ചോദ്യമാണ് മിനൽ ജുസ്ഇ ഇലൽ കുല്ലി, ജുസ്ഇൽ നിന്ന് കുല്ലിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് അതിന്റെ ഖായിദയിലേക്ക് പോകുന്ന ഒരു രീതി. ഈ രൂപത്തിലൊക്കെ പറയാറുണ്ട്. സോറി, ഇസ്തിംബാത്തിയ, ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില പുസ്തകങ്ങളിലൊക്കെ ഈ ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയെ എന്ത് ചെയ്തിട്ടുണ്ട്, ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ രണ്ടായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഒറ്റൊന്നായിട്ടും പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതായാലും നോക്കാം. ഇതില് മിനൽ അംസിലത്തി ഇലൽ ഖായിദ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ മിസ്റ്റേക്ക് ആവാൻ സാധ്യത ഉണ്ട്, നോക്കാം. ഇതിൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നത് ബിഎഡിലെ നമ്മള് സാധാരണ പഠിപ്പിക്കപ്പെടുന്ന മൻഹജു തദ്രീസുൽ അസ്രി എന്ന് പറഞ്ഞിട്ടുള്ള അബ്ദുൽ നാസർ CH എന്നവർ എഴുതിയ, കാസർഗോഡ് കോളേജിലെ പ്രൊഫസറാണ്, നമ്മളൊരു സുഹൃത്ത് പരിചയക്കാരനും കൂടിയാണ്. അവർ എഴുതിയ പുസ്തകമാണ് സാധാരണ ബിഎഡിനൊക്കെ അറബിക്കിന് സാധാരണ പരിഗണിക്കാറുള്ളത് പഠിക്കാനൊക്കെ. ഇതില് ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയെ പരിചയപ്പെടുത്തുന്നത് ഹിയ സൂറത്തുൻ മിൻ സൂവറിൽ ഇസ്തിദ്ലാലി ഹൈസ യകൂനു സൈറു തദ്രീസ് മിനൽ കുല്ലി ഇലൽ ജുസ്ഇ എന്നാണ്. കുല്ലിൽ നിന്ന് ജുസ്ഇലേക്ക് പോകുന്ന രീതി, കുല്ലിൽ നിന്ന് ജുസ്ഇലേക്കാണ് പോകുന്നത്. അപ്പോ ആ രീതിയിലാകുമ്പോ ആദ്യം എന്ത് ചെയ്യുന്നു, ഖായിദ പറയുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു, അതിന്റെ അംസിലത്ത് പറയുകയും ചെയ്യുന്നു. ഈ രൂപത്തിലാണ് ഇസ്തിഖ്റാഇയ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോൾ പറയുന്നത് ത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ, രണ്ടും ഹെഡിങ് കൊടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോ കൺഫ്യൂഷൻ ആക്കിയത് മനസ്സിലായി. ഇതില് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇൻഷാല്ലാ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് എടുക്കാം. ഇസ്തിഖ്റാഇയ, ഇസ്തിംബാത്തിയ പിന്നീട് പറയാം. നോട്ട്സിൽ ഈ PDF വേറെ രൂപത്തിലും ബുക്കിലുള്ളത് വേറെ രൂപത്തിലാണ്. അപ്പൊ അത് പോട്ടെ, അതല്ലാത്ത മെത്തേഡുകൾ പറയാം. ത്വരീഖത്തുൽ ഇൽഖാ അൽ മുഹാദറ, ലെക്ചറിങ് മെത്തേഡാണ്. ഇതിന് ഈ ലെക്ചറിങ് മെത്തേഡുമായി ബന്ധപ്പെട്ട് സാധാരണ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് അഖ്ദമു തുർഖ് തദ്രീസ്, ഏറ്റവും പഴയ കാലഘട്ടത്തിലുള്ള തുർഖ് തദ്രീസ് ഏതാണ് എന്നുള്ളത്. നമുക്കറിയാം, ലെക്ചറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കോളേജുകളിലൊക്കെ നടത്തുന്ന ഒരു രീതി. ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്നു,
അദ്ദേഹത്തിന്റെ കയ്യിൽ ചിലപ്പോൾ കുറച്ച് നോട്ട്സ് ഉണ്ടാവും. ആ നോട്ട്സ് അദ്ദേഹം ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു, കൃത്യമായി അവതരിപ്പിക്കുന്നു. അദ്ദേഹം പോകുന്നു. കൂടുതൽ ഡിസ്കഷൻ ഒന്നും ക്ലാസ്സിൽ ഉണ്ടാവില്ല. ഈ ഒരു മെത്തേഡാണ് ത്വരീഖത്തുൽ ഇൽഖാ അൽ മുഹാദറ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ത്വരീഖത്തുൽ ഇൽഖാ എന്നും പറയാം, ത്വരീഖത്തുൽ മുഹാദറ എന്നും പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അഖ്ദമ തുർക്കു തദീസ് ആണ് ഏറ്റവും പഴയ ത്വരീഖത്താണ് പഠിപ്പിക്കാനുള്ള ഈ ലെക്ചറിങ് മെത്തേഡ്. മുമ്പ് കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പോഴും കോളേജുകളിലൊക്കെ ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഖിയാമുൽ മുഅല്ലിമി ബി ഇൽഖാഇൽ മാലൂമാത്തി അല തലാമീദ്. ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാണ്, കുട്ടികൾക്ക് ഇവിടെ അധ്യാപകൻ ഇട്ട് കൊടുക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു, എന്നിട്ട് മൂപ്പര് പോവുക. ഒരു രീതിയിലാണ് ഇതിനെ പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ സ്റ്റെപ്പുകൾ പറയാറുണ്ട് കേട്ടോ. ഇതിന്റെ മിസായ നോക്കാം. തത്ബീഖു അസ്ഹലുൻ ജിദ്ദൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമില്ല. വരുന്നു, അദ്ദേഹം ഉദ്ദേശിച്ച ഭാഗം നന്നായി ക്ലാസ്സിൽ എടുക്കുന്നു, കുട്ടികൾ ശ്രദ്ധിച്ചു കേൾക്കുന്നു, നോട്ട്സ് എഴുതുന്നു, അവർ പോകുന്നു. വളരെ സിമ്പിൾ ആയ പ്രോസസ്സാണ്. ഈ മയാദിനി മുഖ്തലിഫ, ക്ലാസ് റൂമിൽ മാത്രമല്ല, അതല്ലാത്ത പല മേഖലകളിലും അത് ഉപയോഗിക്കാൻ പറ്റും. വലിയ വലിയ സെമിനാറുകൾ, അതുപോലെ തന്നെ പേപ്പർ പ്രസന്റേഷനിലൊക്കെ ഇത് പറ്റും. ഖില്ലത്തുൽ വഖ്ത്, വളരെ സിമ്പിൾ ആയിട്ടും അത് വളരെ സ്പീഡായിട്ട് ചെയ്യാം, അതുപോലെ കുറഞ്ഞ സമയം ആവശ്യം. ഇതിന്റെ ന്യൂനത എന്ന് പറയുന്നത് സത്യത്തിൽ ഏറ്റവും വലിയൊരു മൈനസ്, ലൈസ മുഷാറഖത്തു ത്വലബ. അധ്യാപകൻ വന്നിങ്ങനെ ക്ലാസ് എടുത്ത് പോകുന്നു, പക്ഷെ വിദ്യാർത്ഥികൾക്ക് ഇതിലൊരു പാർട്ടിസിപ്പേഷനും ഇല്ല എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഫാൾട്ടായിട്ട് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ സ്വാഭാവികമായിട്ടും ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇയാള് വരുന്നു, ക്ലാസ് എടുക്കുന്നു, പോകുന്നു. ക്ലാസ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുവരും, മടി വരില്ലേ? അധ്യാപകൻ വരുന്നു, അയാളിങ്ങനെ ക്ലാസ് എടുക്കുന്നു, കുറെ ആൾക്കാർ ഉറങ്ങുന്നു, കുറെ ആൾക്കാർ വർത്താനം പറയുന്നു, കുറെ ആൾക്കാർ ചിരിച്ചിരിക്കുന്നു, കുറെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഏറ്റവും ഇതിന്റെ വലിയൊരു പോരായ്മ എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ പാർട്ടിസിപ്പേഷൻ ഇതിൽ എന്ത് ചെയ്യൂല, ഉണ്ടാവില്ല. ഇനി അടുത്തൊരു മെത്തേഡാണ് ത്വരീഖത്തുൽ മുനാഖഷ എന്ന് പറയുന്നത്, ഡിസ്കഷൻ മെത്തേഡ്. യസ്തരിഖു തലാമീദു, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ആണ്. അധ്യാപകന് വന്നിട്ട് കുട്ടികൾക്ക് ഒരു ടോപ്പിക് കൊടുക്കാണ്, ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ്സിൽ ഡിസ്കഷൻ നടക്കുകയാണ്. ഇതിനാണ് ത്വരീഖത്തുൽ മുനാഖഷ, ഡിസ്കഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആവും ഇതിന്റെ വിശേഷണങ്ങളൊക്കെ വരിക. യസ്തരിഖു അത്തലാമീദു ജമീഅൻ ഫിൽ മുനാഖഷ, എല്ലാ വിദ്യാർത്ഥികളും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കഷനിൽ പങ്കെടുക്കുന്നു. കുട്ടികള് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നു. ഇതിന്റെ ഏറ്റവും വലിയ വിശേഷണം തസ്ജിഉ തുല്ലാബി അല ഇഹ്തിറാം, കുട്ടികൾക്ക് ഒരു റെസ്പെക്ട് ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികളാണ് അവിടുത്തെ ഒരു പ്രധാന കൈകാര്യകർത്താക്കളായിട്ട് നമ്മളിവിടെ പരിഹരിക്കപ്പെടുന്നത്. കാരണം ചർച്ച ചെയ്യുന്നതും കാര്യപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതൊക്കെ വിദ്യാർത്ഥികൾ തന്നെയാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു പോസിറ്റീവ് പറയുന്നത് നുമൂഹുമുൽ അഖ്ലി വൽ മഅരിഫി, കൊഗ്നിറ്റീവ് ആയ അല്ലെങ്കിൽ ഭൗതികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും കുട്ടികളുടെ വളർച്ചയാണ്. അപ്പൊ ബുദ്ധിപരമായിട്ട് കുട്ടികൾക്ക് വളർച്ച ഉണ്ടാവും, അതുപോലെ തന്നെ വൈജ്ഞാനികമായിട്ട് കുട്ടികളുടെ അറിവും ദൈവം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ മുറക്കസും ഫിത്തിറാസ അലത്തലാമീൻ, കുട്ടികളാണ് ഇവിടെ സെന്റേഡ് ആയിട്ടുള്ളത്. അപ്പോൾ സ്റ്റുഡൻസ് സെന്റേഡ് ഒരു എഡ്യൂക്കേഷന്റെ രീതിയാണ് ഡിസ്കഷൻ മെത്തേഡ്. നമ്മളെന്ന് പറയുന്ന കൺസെപ്റ്റീവ്സിലൊക്കെ അതിന്റെ ഒരു പുതിയ വെർഷനാണ്. പക്ഷെ ഇതിൽ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഡിസ്കഷൻ കുട്ടികൾ കണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം കഴിഞ്ഞാലും ഡിസ്കഷൻ പൂർത്തിയാവില്ല. അതാണ് വക്തു തൊവിയിലെ ഒരു എഹ്തിമാമും ഒരു മുർത്തബിത്തും ബിദ്ദർസ്, പഠനവുമായി ബന്ധപ്പെട്ട ചർച്ചകളല്ലാത്ത കടന്നു വരും. അതുപോലെ തന്നെ അധ്യാപകൻ ചിലപ്പോൾ അനാവശ്യമായിട്ട് മറ്റുള്ള വിഷയങ്ങളിൽ ഇടപെടേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള പോരായ്മകളാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. അടുത്തത് ത്വരീഖത്തുൽ ഖിസ്സ, സ്റ്റോറി മെത്തേഡ്. സ്റ്റോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, കഥകൾ ഇങ്ങനെ പറയാം. അതന്നെ തഖ്ദീമുൽ മാലൂമാത്ത് വൽ ഹഖായിഖ് ബിശ്ശക്ലിൻ ഖിസ്സസിയ്യ. അവിടെ പറയുന്നത് സ്റ്റോറിയുടെ രൂപത്തിൽ എന്ത് ചെയ്യാണ്, അധ്യാപകൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങൾ
എന്ത് ചെയ്യാണ് അധ്യാപകൻ കുട്ടികളുടെ മനസ്സിൽ ഒരു കഥ രൂപത്തിൽ ഇട്ടുകൊടുക്കും. അതിനാണ് സ്റ്റോറി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കഥ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അവർക്കൊക്കെ കഥ ഇഷ്ടമാകുമ്പോൾ പാഠഭാഗങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കും. എന്നിട്ട് കഥ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യുന്നു, തഖ്ദീമുൽ മാലൂമാത്ത്, ഇൻഫർമേഷൻസും അതുപോലെ തന്നെ അദ്ദേഹം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന തിയറികളും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പഠിപ്പിക്കാണ്. വാജിബുൽ യകൂന ഇർതിബാത്തു മഅൽ മൗദൂഇ വൽ ഖിസ്സ, സ്റ്റോറി അതിനൊരു കൃത്യമായ ഒരു മൗദൂഇ, ഈ ഒരു ലക്ഷ്യത്തിലായിരിക്കും പഠനത്തെ ബന്ധിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടിയുടെ പ്രായപരിധി അനുസരിച്ച് തകൂനുൽ ഖിസ്സത്തു മുർതബിത ലിസാനി തലാമീദ് അല്ലെങ്കിൽ ലിസിന്നി തലാമീദ്, കുട്ടിയുടെ പ്രായം അനുസരിച്ചുള്ള കഥകളായിരിക്കണം പറയേണ്ടത്. അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ അതിനനുസരിച്ച് കുട്ടി കഥകളായിരിക്കണം. എന്നിട്ട് അതിലൂടെ വിഷയങ്ങൾ പഠിപ്പിക്കണം. നമ്മളൊക്കെ സ്കൂളിലൊക്കെ സാധാരണ നടപ്പിലാക്കാറുണ്ടല്ലോ. വലിയ ആളുകളാവുമ്പോൾ ഒരു നോവൽ രൂപത്തിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആശയങ്ങൾ പഠിപ്പിക്കലാണ്. അൽ ഖിസ്സത്തു ബി ഉസ്ലൂബിൻ സഹലിൻ വ ജദ്ദാബ്, വളരെ അട്രാക്റ്റീവ് ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടും കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിലായിരിക്കണം. അപ്പൊ കുട്ടികൾ സ്വാഭാവികമായിട്ടും ആകർഷിക്കും, അവരെല്ലാവരും ക്ലാസ്സിൽ വരും. അടുത്തതാണ് ത്വരീഖത്തുൽ മശ്റൂ, പ്രൊജക്റ്റ് മെത്തേഡ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പല എക്സാമിനും ത്വരീഖത്തുൽ മശ്റൂവിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ആരാണ് ഈ മെത്തേഡ് കൊണ്ടുവന്ന അല്ലെങ്കിൽ കണ്ടെത്തിയ ആള് എന്ന്. പ്രൊജക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാല് ഒരു വിഷയത്തെ, നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന ഒരു വിഷയത്തിൽ ഒരു പ്രൊജക്റ്റ് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കുക. ജോൺ ഡെവി ആണ് അതിനെ കണ്ടെത്തി എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ HSന്റെ എക്സാമിന് PSC ചോദിച്ചൊരു ചോദ്യമാണ് പ്രൊജക്റ്റ് മെത്തേഡ് കണ്ടെത്തിയ ആള്, ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആരാണ്? ജോൺ ഡെവി. അതുപോലെ തന്നെ ക്ലിയോപാട്രിക്. ഇവരെ രണ്ടേന അതില് പരിചയപ്പെടുത്തുന്ന രണ്ടാളുകൾ. ഈ പാട്രിക് പിന്നീട് വന്നിട്ട് ഈ ഒരു തിയറിയെ വിപുലീകരിക്കുക എന്നുള്ള പ്രോസസ്സാണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത്. ജോൺ ഡെവിയും അതുപോലെ തന്നെ പാട്രിക്കും രണ്ടുപേരും കൂടി പറയാറുണ്ട്. അതിനെ യഥാർത്ഥത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ചിലപ്പോ ജോൺ ഡെവി എന്നുള്ള രൂപത്തിലും പറയാറുണ്ട്. ത്വരീഖത്തുൽ മശ്റൂ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ തന്നെ ചോദ്യം, ആരാണ് കണ്ടെത്തിയത്? ജോൺ ഡെവി മാത്രമാണ് ആൻസർ കൊടുത്തിട്ടുണ്ടായത്. അപ്പൊ എങ്ങനെ ചോദിച്ചാലും ആൻസർ മനസ്സിലാക്കുക. അത് ഒന്നുകൂടി വിശദീകരിച്ച ആളാണ് കൽപാട്രിക് എന്ന് പറയുന്ന പിന്നീട് വന്ന ശാസ്ത്രജ്ഞൻ. അതുപോലെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം, ഈ പ്രാഗ്മാറ്റിസത്തെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ത്വരീഖത്തുൽ മശ്റൂ കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു തിയറിയാണ്, വൈജ്ഞാനിക തിയറി ഉണ്ട്. ആ ഫിലോസഫിയിലൊക്കെ പഠിക്കാനുള്ള ഒരു തിയറിയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഒരു എക്സാമിന് ചോദിച്ചത് ത്വരീഖത്തുൽ മശ്റൂ ഏത് നിയമത്തെ ബേസ് ചെയ്തിട്ട് കണ്ടെത്തപ്പെട്ടതാണ്? പ്രാഗ്മാറ്റിസം. അല്ലെങ്കിൽ പ്രാഗ്മാറ്റിസവുമായി ബന്ധപ്പെട്ട ത്വരീഖത്ത് ഇതിൽ ഏതാണ് എന്നുള്ളതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. രണ്ട് നിലക്കും എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. അത്തലാമീദു യുഖവ്വിമൂന ബിതൻഫീദിൽ മശ്റൂആത്ത് എന്നാണ് പറയുന്നത്. അധ്യാപകര് ഒരു ടോപ്പിക് കൊടുക്കും, വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, ആ വിഷയത്തെ പറ്റി ഒരു പ്രൊജക്ട് തയ്യാറാക്കുക. അൽ മശ്റൂആത്തുൽ ഫർദിയ്യ വൽ മശ്റൂആത്തുൽ ജിമാഇയ്യ, ഇൻഡിവിജ്വൽ പ്രൊജക്ട് ഉണ്ടാവും, ചിലപ്പോൾ ഗ്രൂപ്പ് ആയിട്ട് ഒരു ക്ലാസ് റൂമിൽ മൊത്തത്തിൽ ഒരു പ്രൊജക്ട്, ഇങ്ങനെയാകാം. അങ്ങനെ ആ റബ്തു ബൈനൽ മവാദി ദിറാസിയ ലിൽ ഹയാത്തിൽ യൗമിയ, നിത്യജീവിതത്തെ പഠനവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പ്രോസസ്സാണ്. നിത്യജീവിതവും തന്റെ പഠനകാലത്തെയും പഠന പ്രവർത്തനങ്ങളെയും ജീവിതവുമായി ബന്ധപ്പെടുത്തുന്ന പ്രോസസ്സാണ് ത്വരീഖത്തുൽ മശ്റൂ. അത്യാവശ്യം സമയമെടുത്ത് ചെയ്യണം. തഹ്താജുൽ വഖ്തു വന്നഫഖാത്ത്, ചെലവ് മാത്രമല്ല, ചെലവ് സമയവും വേണം. നമുക്കറിയാം പ്രൊജക്ട് എന്ന് പറയാം, നമ്മൾ ഓരോ വിഷയത്തെ പറ്റി ഇന്നൊരു പുതിയ പ്രൊജക്ട് ഉണ്ട് എന്നുള്ള രൂപത്തിൽ, ഇതിപ്പോഴും പ്രായോഗികമായിട്ടുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ പ്രൊജക്ട് മെത്തേഡ്. അതുപോലെ തന്നെ ഓരോ പ്രൊജക്റ്റിനും യോജിച്ച വിഷയങ്ങളും ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത പറയാം. അപ്പോൾ അമേരിക്കക്കാരനായ ജോൺ ഡെവിയാണ് ഇത് കണ്ടെത്തി എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ശാസ്ത്രമേളകളിൽ ഒക്കെ നമ്മൾ ഈ ഒരു രീതിയാണ് തയ്യാറാക്കുന്നത്. ഓരോ പ്രൊജക്റ്റുകൾ കുട്ടികളെ നമ്മൾ ശാസ്ത്രോത്സവങ്ങളിലൊക്കെ കണ്ടില്ലേ,
അത് ഏൽപ്പിക്കാം. ഇതില് മഷ്റൂവാത്തുകളെ വ്യത്യസ്ത വിഭാഗങ്ങൾ പറയുന്നുണ്ട്. മഷ്റൂവാത്തുൻ ബന്നായിയ, മഷ്റൂവാത്തുൻ ഇസ്തിംതായിയ, മഷ്റൂവാത്തുൻ ഈ സൂറത്ത് മുഷ്കിലാത്ത്, അതുപോലെ തന്നെ മഷ്റൂആത്തുൻ യുക്സദു മിൻഹാ കസ്ബു മഹാറ, ഇങ്ങനെ 4 തരം ഒക്കെ പറയുന്നുണ്ട്. ഇനി ഇതില് ശ്രദ്ധിക്കേണ്ട ഇതിൽ 4 സ്റ്റെപ്പായിട്ട് ഇതിനെ പരിചയപ്പെട്ടു. പ്രൊജക്ട് മെത്തേഡിന്റെ 4 സ്റ്റെപ്പുകൾ. ഒന്ന് ഇഖ്തിയാറുൽ മഷ്റൂ. ഈ സ്റ്റെപ്പുകൾ ഓർത്തു വെക്കണം. അത് വലിയ എക്സാമിന് ചോദിച്ചതായിട്ട് കാണാം. ആദ്യം ഒരു പ്രൊജക്ട് എടുക്കുമ്പോൾ ഏത് പ്രൊജക്റ്റ് ആണ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പൊ ഏതൊരു പഠനത്തിലും അഹമ്മു മർഹലത്തി മറാഹിലിൽ മഷ്റൂ എന്ന പ്രൊജക്ട് മെത്തേഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന ഏതാണ് പ്രൊജക്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത് തഖ്തീതുൽ മഷ്റൂ, പ്ലാൻ ചെയ്യലാണ്. അപ്പൊ സെലക്ട് ചെയ്യുക, പ്ലാൻ ചെയ്യുക. തൻഫീദ് ഇംപ്ലിമെന്റേഷൻ ആണ്. ഈ പ്രൊജക്ട് എന്ത് ചെയ്യുക, അവർ ഉദ്ദേശിച്ച പ്രൊജക്ട് നടപ്പിലാക്കുന്ന പ്രോസസ്സാണ് തൻഫീദ് ഖുത്വത്തുൽ മഷ്റൂ. 4ാമത്തെ പ്രോസസ്സാണ് തഖ്വീം. ഈ ഉദ്ദേശിച്ച പ്രൊജക്ട് അയാൾ വിചാരിച്ച പോലെയുള്ള റിസൾട്ടുകളൊക്കെ കിട്ടിയോ, അല്ലെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് ഉള്ളത്, എത്രമാത്രം വിജയകരമായി എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് സത്യത്തില് ഈ പറയുന്ന തഖ്വീം, ഇവാലുവേഷൻ ചെയ്യാം. അപ്പൊ 4 സ്റ്റെപ്പ് ഓർത്തു വെക്കുക. അത് സ്റ്റെപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാറാണ്. അതാണ് പ്രൊജക്ട് മെത്തേഡിന്റെ 4 സ്റ്റെപ്പ്. അതുപോലെ തന്നെ ത്വരീഖത്തുൽ ലഅബ്, പ്ലേ ബേ മെത്തേഡ്. ഇതിന് കൂടുതൽ എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവാറില്ല, എങ്കിലും ഒന്ന് ഓർത്തു വെക്കുക. ഈ പ്ലേ ബേ മെത്തേഡൊക്കെ ചെറിയ KG ലെവലിലുള്ള സ്കൂളുകളിലൊക്കെ നടപ്പിലാക്കുന്ന കുട്ടികളെ ഓരോ കളിയിലൂടെ എന്ത് ചെയ്യാണ്, വ്യത്യസ്തമായിട്ടുള്ള കളികളിലൂടെ കുട്ടികൾ എന്ത് ചെയ്യാം, പഠിപ്പിക്കാം. ആ ഒരു രീതിയാണ് ത്വരീഖത്തു ലഅബ് എന്ന് പറയുന്നത്. മുലായിമത്തും ഫി റിയാദത്തിൽ അത്ഫാല്, നഴ്സറി, അതുപോലെ തന്നെ KG, LKG, UKG പോലത്തുള്ള, അതുപോലെ നമുക്കറിയാം പല കളികൾ നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉണ്ടാവും, ബുദ്ധിപരമായിട്ടുള്ളത്, അതുപോലെ തന്നെ പിന്നെ ഫിസിക്കലായിട്ടുള്ള, ഇങ്ങനെയൊക്കെയുള്ള കളികൾ നമ്മൾ ക്ലാസ് റൂമുകളിൽ നടപ്പിലാക്കുന്ന രീതിയാണ് പ്ലേ മെത്തേഡ്. ഇനി അടുത്തതാണ് ത്വരീഖത്തു തർജുമ, ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഇത് പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു രീതിയാണ് ത്വരീഖത്തു തർജുമയെ പറ്റിയിട്ട്. ഇതിൽ ഏറ്റവും നമ്മളൊക്കെ പഠിച്ചു വന്നിട്ടുള്ള ഒരു ശൈലി, ഒരു അറബിക്കിന്റെ അധ്യാപകൻ ക്ലാസ്സിൽ വരുന്നു, അറബിക്കില് ഏതാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന പാഠം. ഇപ്പോ മഹാനായ ഉമർ റളിയല്ലാഹുവിനെ പറ്റിയിട്ട് ഒരു പാഠാണ്. ആ പാഠഭാഗം വായിക്കുന്നു, അതിന്റെ അർത്ഥം പഠിക്കുന്നു, അർത്ഥം വെക്കുന്നു, ഓരോ കലിമത്തിന്റെയും വേർഡ് മീനിങ് നമ്മൾ ചോദിച്ച് എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അധ്യാപകൻ ക്ലാസ് എടുത്ത് പോകുന്നു. അപ്പോ സത്യത്തില് ആ അറബി വായിച്ച് അയാൾ അതിന്റെ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പരിഭാഷ എടുത്തിട്ടാണ് മൂപ്പര് ക്ലാസ് എടുത്ത് പോകുന്നത്. ഇങ്ങനെയുള്ള നമ്മൾ സാധാരണ കോളേജുകളിലൊക്കെ നടന്നു വന്നിരുന്ന ഒരു ശൈലിയാണ് ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ത്വരീഖത്തു തഖ്ലീദ് എന്നുള്ള പേരിലും അറിയപ്പെട്ടിട്ടുണ്ട്, ഏറ്റവും പൗരാണികമായിട്ടുള്ള മെത്തേഡ്. അപ്പൊ ഇതില് മാതൃഭാഷയുടെ സഹായത്തോടു കൂടെയാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങളെ പഠിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ അറബിയിലുള്ള ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ മലയാളത്തിലൂടെയാണ് പഠിപ്പിക്കുന്നത്. കാരണം മലയാളം പറഞ്ഞിട്ട് ആ അറബി പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ മാതൃഭാഷയെ ബേസ് ചെയ്തിട്ടാണ് ഈ പഠനം ഉള്ളത്. ഇതിന്റെ 2 സ്റ്റെപ്പുകളായിട്ട് പരിചയപ്പെടുത്തുന്നത് തഖ്ലീദ്, ഹിഫ്ള്. ഇതിന്റെ ഏറ്റവും വലിയ 2 സ്റ്റെപ്പുകൾ. യുഅല്ലിമു അൽ മുഅല്ലിമു, നമ്മൾ ഇതിൽ നോക്കി വേർഡിലേക്ക് നോക്കുക. യുഅല്ലിമു അൽ മുഅല്ലിമു ബിവാസിത്തത്തിൽ ലുഗത്തിൽ മഹല്ലിയ, നമ്മുടെ നാട്ടിലെ മാതൃഭാഷയിലാണ് അധ്യാപകൻ ഇവിടെ പഠിപ്പിക്കുക. യുഫ്ഹിമു അത്തലാമീദ മാനി തർക്കീബ് അൽ ഖായിദി ഫി ഐസരി ജൂദി. നമുക്കറിയാം എങ്ങനെ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കും. അപ്പൊ ബലായുടെ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ വന്ന് ബലായുടെ ഒരു കായിക, അല്ലെങ്കിൽ നഹ്വുൽവാദിയിലെ ഒരു കായിക, നഹ്വിന്റെ ഒരു കായിക പറയുന്നു, അത് അർത്ഥം വെച്ചു കൊടുക്കുന്നു, എന്നിട്ട് ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നു, വേഗം മനസ്സിലാക്കി കൊടുക്കുക. അതാണ് പറഞ്ഞ് കായികകളും തർക്കീബുകളും പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അധ്യാപകന് സാധിക്കാണ്. പക്ഷെ ക്ലാസ്സിൽ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ട് പിന്നെ ഓരോ എക്സാമ്പിൾ വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല. ലാജിദ് തോയും ഫുർസത്തുൽ ഇസ്തിമായി ഒത്തക്ക്. ഇതാണ് ഒരു എക്സാമിന് ചോദിച്ചത്.
ഈ മെത്തേഡില് കുട്ടികൾക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ലിസണിങ്ങിനോ അവസരമില്ല. ഇത് ഏത് മെത്തേഡാണ്? ത്വരീഖത്തു തർജുമ. കാരണം ഇവിടെ അധ്യാപകൻ അറബി പറയുന്നില്ല, കാരണം അയാൾ മാതൃഭാഷയിൽ ക്ലാസ് എടുക്കുകയാണ്. നമ്മളൊക്കെ ഇപ്പൊ സ്കൂളിൽ കാട്ടുന്നത് പോലെ. അതുപോലെ കുട്ടികൾക്ക് സ്പീക്ക് ചെയ്യാനുള്ള അവസരമില്ല. തിരിച്ചിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അറബി കേൾക്കണ്ടേ, കേട്ട് പഠിക്കണ്ടേ? അതിന് സാഹചര്യമില്ല. അതുകൊണ്ട് ത്വരീഖത്തു തർജുമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇസ്തിമാഇനും തക്കല്ലുമിനും അവസരമില്ല എന്നുള്ളതാണ്. അതുപോലെ പ്രത്യേകിച്ച് കാര്യമായ ഒരു കഴിവൊന്നും കുട്ടിക്ക് കിട്ടുന്നില്ല. ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ് ഇങ്ങനെയുള്ള നമ്മളെ LSRW കാര്യമായിട്ട് ലഭിക്കുന്നില്ല. ഈ മെത്തേഡാണ് ത്വരീഖത്തുൽ ക്ലാസിക്കി എന്നുള്ള രൂപത്തിൽ അറിയപ്പെടുന്നത്. ക്ലാസിക്കൽ മെത്തേഡ്, കാരണം പഴയ കാലത്തുള്ള ഒരു രീതി എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കാം. ത്വരീഖത്തുൽ മുബാശറ ഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരെ ക്ലാസ് അങ്ങോട്ട് അറബിയിലല്ലാതെ നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പൊ ക്ലാസ് റൂമിൽ അറബി മാത്രം സംസാരിക്കുക, ഡയറക്റ്റ് മെത്തേഡ്. അതിനാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ത്വരീഖത്തു തഅലീമുൽ ലുഗ ബി ഇഖ്തിലാഖിൽ ബിഅ, ഒരു അറബി അന്തരീക്ഷം ക്ലാസ്സിൽ ഉണ്ടാക്കുക. അത്തർഗീസ് അലാ തഖ്ദീമിൽ കലിമാത്തി വൽ അമൽ ഫി ബിയത്തിൽ വബിയ, എല്ലാ ആക്ടിവിറ്റീസും അറബി ഓറിയന്റഡ് ആയിട്ട്, സംസാരവും ക്ലാസ്സും ഒക്കെ അറബി. ഇംകാനിയത്ത് തഫക്കുർ ഫിൽ ലുഗ വ ഖില്ലത്തു തദഖുലിൽ മഹല്ലിയ. ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ആ ഭാഷയിൽ, ഇപ്പൊ അറബിയാണ് പഠിപ്പിക്കുന്നത്, ആ അറബി ഭാഷയിൽ ചിന്തിക്കാനുള്ള അവസരം, സംസാരിക്കാനുള്ള അവസരം, സ്വാഭാവികമായിട്ടും എഴുതാനുള്ള അവസരം, ഇങ്ങനെയുള്ള കഴിവുകൾ സ്വാഭാവികമായിട്ടും ക്ലാസ് റൂമിൽ വരും. അൽ മഹല്ലിയ, മാതൃഭാഷയുടെ ഉപയോഗം വളരെ കുറവായിരിക്കും. അത് പറഞ്ഞ് ഫുർസ കസീറ ലിൽ ഇസ്തിമായി വർത്തക്കൽ. ഡയറക്റ്റ് മെത്തേഡ് ആകുമ്പോൾ കുട്ടികൾക്ക് നന്നായി അറബി കേൾക്കാനും സ്വാഭാവികമായിട്ട് നന്നായി കേട്ട് കഴിഞ്ഞാൽ സംസാരിക്കാനും പറ്റും. ഈ രൂപത്തിൽ ഇസ്തിമായിനും തക്കല്ലുമിനും അവസരം ത്വരീഖത്തുൽ മുബാശറയിൽ കിട്ടുകയുണ്ട്. അതുപോലെ തന്നെ ത്വരീഖത്തുൽ ഇന്തിഖാഇയ, ഇസ്തഖ്ദിമുൽ മുഅല്ലിമു ത്വരീഖത്തുൽ ഇന്തിഖാഇയ മംസൂജ മിൻ തുറായിഖി തദ്രീസിൻ മുതഅദ്ദിദ. അതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള. ഓരോ ക്ലാസ് എടുക്കുമ്പോൾ ഇയാൾ എന്താ ചെയ്യുക? അപ്പൊ നമ്മൾ കുറെ മെത്തേഡുകൾ പറഞ്ഞു. അധ്യാപകന് ഒരു കൃത്യമായ ഒരു മെത്തേഡ് ഉണ്ടാവില്ല. എല്ലാ മെത്തേഡും കുറച്ചൊക്കെ മിക്സ് ചെയ്തെടുത്ത് ഓരോന്നിലും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സഹായകരമായിട്ടുള്ള മെത്തേഡിന്റെ നല്ല പോസിറ്റീവ്, നമ്മളിവിടെ പറയപ്പെട്ട എല്ലാ വശങ്ങളും പോസിറ്റീവായ വശങ്ങൾ മാത്രം എടുത്തിട്ട് അധ്യാപകന്റെ ഇഷ്ടപ്രകാരം അയാൾ എന്ത് ചെയ്യുക, ഓരോ സാഹചര്യത്തിനനുസരിച്ച് മെത്തേഡുകൾ സെലക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു മെത്തേഡിനാണ് സെലക്റ്റീവ് മെത്തേഡ്. അൽ മുഅല്ലിമു ത്വരീഖത്തുൽ ഇന്തിഖാഇയ അൽ മംസൂജ. മംസൂജ മിക്സ് ചെയ്യുക, തുറായിഖി തദ്രീസിൻ മുതഅദ്ദിദ. നമ്മളിവിടെ പഠിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ടോട്ടലി ഉള്ള മൊത്തം ത്വരീഖത്തുകൾ മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓരോ സാഹചര്യത്തിലും അനുസരിച്ച് ഏറ്റവും നന്നായി പഠിപ്പിക്കാൻ ഏത് ത്വരീഖത്താണ് നല്ലത് എന്നത് ഈ രൂപത്തിൽ ക്ലാസ് എടുക്കുന്നതാണ് ത്വരീഖത്തുൽ ഇന്തിഖാഇയ. ഇതൊന്നുകൂടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് ഇതിനെ നമുക്ക് പരിചയപ്പെടും. അതാണ് ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. നമ്മള് അഹ്ദാഫ് ദർസ്, ഈ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് സാക്ഷാത്കരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്, ഇത് കൃത്യമായിട്ട് നേടിയെടുക്കാൻ ഈ മെത്തേഡിലൂടെ സാധിക്കുന്നു. വ്യത്യസ്ത ത്വരീഖത്തുകളെ സംഗമ ഭൂമിയാക്കി ഈ മെത്തേഡിനെ മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഭാഷയിൽ സംസാരിക്കാനുള്ള സ്കില്ല്, സ്പീക്കിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കാനും ഈ മെത്തേഡ് സഹായിക്കും. ഇനി ത്വരീഖത്തു തർക്കീബിയ, സ്ട്രക്ചറൽ മെത്തേഡ്. ഇത് ശ്രദ്ധിക്കണം. ഇത് സാധാരണ PSC കാറ്റഗറി എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അഥവാ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിക്കുക. നമ്മൾ മദ്രസയിലൊക്കെ ഉള്ള ശൈലിയാണ് ഈ പറഞ്ഞ ശൈലി. അപ്പൊ അറബി അക്ഷരങ്ങൾ പഠിപ്പിക്കുക, പിന്നെ കെലിമത്തുകൾ, അദബുൻ, അലിഫ് പഠിപ്പിച്ചു, ഹംസ പഠിപ്പിച്ചു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് അദബുൻ, എഴുതാന് ഓരോ കെലിമത്ത് പഠിപ്പിക്കുക. പിന്നെ അതിൽ നിന്ന് ഒരു ജുംലയിലേക്ക് പോകുക. ജുംലയിൽ നിന്ന് വലിയ വലിയ തെർക്കീബുകളിലേക്ക് മാറുക. അഥവാ ഹർഫുകളിൽ നിന്ന് ഇങ്ങനെ തെർക്കീബ് വരെ വിശാലമായി കിടക്കുന്ന രീതിയിലുള്ളതാണ് ത്വരീഖത്തു തർക്കീബിയ, സ്ട്രക്ചറൽ മെത്തേഡ്. ഇത് പഴയ കാലത്തൊക്കെ നമ്മളെ സ്കൂളുകളിലൊക്കെ നടപ്പിലാക്കിയിരുന്നതാണ്. ഇപ്പോ ത്വരീഖത്തു തർക്കീബിയ അല്ല. പക്ഷെ ഈ വർഷമൊക്കെ പുസ്തകം മാറിയത്
ഇപ്പൊ 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ പുസ്തകം മാറി, 1ാം ക്ലാസ്സിലൊക്കെ പുസ്തകം മാറിയത് ഇപ്പോ ആദ്യം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ഈ വർഷത്തെ പുസ്തക മാറ്റത്തിന് ശേഷം. അപ്പോൾ സ്ട്രക്ചറൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ പഠിപ്പിച്ച് പിന്നെ കെലിമത്ത്, പിന്നെ ജുംല, ഫീല്, ഫായില്, മഫ്ഊൽ എന്താണ്, പിന്നെ വലിയ വലിയ സ്ട്രക്ചർ ആയിട്ട് ഭാഷയെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. മനസ്സിലാവണ്ടോ? ഹലോ, ഇടക്കൊക്കെ ഒന്ന് ജവാബ് ചെയ്യട്ടോ. മറ്റേ നിങ്ങള് എല്ലാരും ഇരുന്ന് ചിലപ്പോ ഉറങ്ങിപ്പോകും. നല്ല തണുപ്പല്ലേ, മഴയാണ്. ഇനി ശ്രദ്ധിക്കുക, അടുത്തതിലേക്ക് പോവാണ്. അൽ വസായിലു തഅലീമിയ, ടീച്ചിങ് എയ്ഡ്സ്. നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് സഹായകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മാർഗങ്ങളെയാണ് അൽ വസായിലു തഅലീമിയ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ നിരന്തരം ഉണ്ട്. വസായില് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മള് ഒരു പ്രൊജക്ടർ ക്ലാസ് റൂമിലുണ്ട്, അതൊരു വസീലയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ. ഇപ്പൊ ബ്ലാക്ക് ബോർഡ് ഉണ്ട്, അതുപോലെ ഗ്ലോബ് ഉണ്ട്, CD-കള്, അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രൊജക്ടർ, അതുപോലെ ഇപ്പൊ മൈക്ക, ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, അതുപോലെ ടച്ച് സ്ക്രീന് മാത്രമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ മേഖലകളും നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഇന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുന്നതിനാണ്, ഇങ്ങനെയുള്ള മാർഗങ്ങൾക്കാണ് വസായിലു തഅലീമിയ കുല്ലു അദാത്തിൻ യസ്തഖ്ദിമുഹാ അൽ മുഅല്ലിമു ലിതഹ്സീനി അമലിയത്ത് തഅല്ലും. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ എളുപ്പമാക്കുന്ന, അതിനുവേണ്ടി അധ്യാപകൻ ഉപയോഗിക്കുന്ന ടൂൾസുകൾക്കാണ് സത്യത്തിൽ വസായിലു തഅലീമിയ എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് ദൗറുൽ വസായിലു തഅലീമിയ തക്രീരുൽ ജഹ്ദി വ ഇഖ്തിസാറുൽ വഖ്ത്. നമ്മുടെ പരിശ്രമം വളരെ കുറവ്. കാരണം കുട്ടിക്ക് മുമ്പിൽ നമ്മളിപ്പോ ബ്ലാക്ക് ബോർഡിൽ എഴുതി സമയം കളയുന്നതിന്റെ അപ്പുറം നമ്മുടെ ക്ലാസ്സിൽ ആ പ്രൊജക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, പക്ഷേ ലാപ്പ് കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് നേരെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചാൽ മതി. ഇതേ സാധനം തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൊണ്ടുപോയിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അപ്പൊ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റും. അതാണ് ഇഖ്തിസാറുൽ വഖ്ത് എന്ന് പറയുന്നത്. തുസായിദു ഫീ നഖ്ലിൽ മഅരിഫ വ തൗളീഹിൽ ജവാനിബിൽ മുബ്ഹമ. ഓരോ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓരോ ഐഡിയകള് കൃത്യമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഒരു പ്രൊജക്ടറിലാകുമ്പോൾ കുട്ടികളുടെ അറ്റൻഷനൊക്കെ വളരെ പ്രധാനത്തോടു കൂടെ കുട്ടികൾ നോക്കി വെക്കും. അതുപോലെ ഇനി എന്തെങ്കിലും ഡൗട്ട് വരുന്നത് ഉടനെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാനും തൗളീഖുൽ ജവാനിബിൽ മുബ്ഹമ, അവ്യക്തമായിട്ടുള്ള ഭാഗങ്ങൾ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കാനും നമുക്ക് പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ. തുസീറു ഇഹ്തിമാം ഇന്തിബാഹു ദാരിസ്. കുട്ടികളെ നമുക്കറിയാം, നമ്മൾ പ്രൊജക്ടറിലാണ് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പാട്ട് ഇട്ട് കൊടുക്കുകയാണ്. പ്രൊജക്ടറിൽ ഡിസ്പ്ലേ നമ്മൾ ആ പാട്ട് ഇട്ട് കൊടുക്കണം. 1ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാട്ട്. അത് കുട്ടികൾ വളരെ ശ്രദ്ധിക്കും. നമ്മൾ പാടുന്നതിനേക്കാളും കൂടുതൽ കുട്ടികൾ ശ്രദ്ധിക്കും. അപ്പൊ കുട്ടികളുടെ അറ്റൻഷൻ വളരെ പ്രധാനമായിട്ട് കിട്ടും. തസ്ഹുലു അമലിയത്ത് തഅലീം അലൽ മുദരിസി വ തഅല്ലും അലൽ ത്വാലിബ്. കുട്ടിക്കും അധ്യാപകന് പഠിക്കുക എന്നുള്ള പ്രോസസ്സിനെ വളരെ സിമ്പിൾ ആക്കി മാറ്റുകയും ചെയ്യുന്നു വസായിലു തഅലീമിയ ഉപയോഗിച്ച്. ഇനി ചില വസായിലു തഅലീമിയ ഉപയോഗിക്കുമ്പോൾ ചില ഷർത്തുകളുണ്ട് പറയുന്നത്. ഇതും ഏതോ ഒരു എക്സാമിന് ഓട് 1 ആയിട്ട് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അൻ തുനാസിബ മഅൽ അഹ്ദാഫി അദ്ദിറാസിയ. നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന പാഠത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ലെസൺ. ആ പാഠം പഠിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതിനോട് യോജിച്ച വസീലകൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ മുനാസിബത്തൽ ദർസി, ആ പാഠത്തിനോട് യോജിച്ച ഒരു ടൂൾ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ആ പാഠത്തിന് ഒരിക്കലും വീഡിയോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഓഡിയോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, പിന്നെ അതിന്റെ ആവശ്യമില്ല. ഈ രൂപത്തില് മുനാസിബത്തൽ ദർസി. അതുപോലെ തുനാസിബ മുസ്തവത്തുല്ലാബ്, കുട്ടികളുടെ സ്റ്റാൻഡേർഡിനോട് യോജിച്ചതായിരിക്കും. കുട്ടികൾക്ക് അറിയണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിനെ പറ്റി മനസ്സിലാക്കണം. ഒന്നും അറിയാത്ത കുട്ടിന്റെ മുന്നിൽ പോയിട്ട് വലിയ കുറെ കമ്പ്യൂട്ടറിൽ പലതും കാണിച്ചു കൊടുത്താൽ അതൊന്നും ഒരു കാര്യമില്ല. അതുപോലെ തന്നെ എന്തൊക്കെ ദാരിസ് ഇദ്റാക്കൽ മാദ്ദ. നമുക്കറിയാം, വസായിൽ ഉപയോഗിക്കുന്നതിന് പാഠഭാഗം സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇദ്റാക്കുൽ മാദ്ദയെ സിമ്പിൾ ആക്കുക, കണ്ടന്റുകളെ പെട്ടെന്ന് കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നു? ഇവിടെ വസായിലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ
അതിന്റെ ഉപയോഗം കിട്ടുന്നു. അതുപോലെ ലാസ്റ്റ് തുസായിദ തുല്ലാബ് ഫി തഫ്കീരി വദ്ദിക്ക അൽ മുലാഹദ, കുട്ടികളെ ചിന്തിപ്പിക്കാനും അതുപോലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ് വസായിൽ തഅലീമിയുടെ ഉപയോഗം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് അൻവാൽ വസായിൽ തഅലീമിയ. ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള ടീച്ചിങ് എയ്ഡ്സുകൾ? പ്രധാനമായിട്ടും അൽ വസായിലു സംഇയ അൽ ബസ്രിയ, ഓഡിയോ ആൻഡ് വിഷ്വൽ. അതുപോലെ സംഇയ എന്ന് പറഞ്ഞ വെറും ഓഡിയോ, ബസ്രിയ എന്ന് പറഞ്ഞ വിഷ്വൽ മാത്രം. അൽ മുതഫായില ഇന്ററാക്റ്റീവ്. അതുപോലെ തന്നെ മുതഅദ്ദിദുൽ വസായിത്ത്, അൽ വസായിലു ദാത്ത് മുതഅദ്ദിദുൽ വസായിത്ത് എന്നാണ് പറയുന്നത്. മൾട്ടിമീഡിയ എല്ലാം കൂടി ഒരുമിച്ച് കൂടി. ഇത്രയാണ് അൻവാൽ വസായിൽ തഅലീമിയ. വിഷ്വൽ, ഓഡിയോ വിഷ്വൽ, ഇന്ററാക്റ്റീവ്, മൾട്ടിമീഡിയ. ഇന്ററാക്റ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ററാക്റ്റീവ് ബോർഡൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ക്ലാസ് റൂമുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് അത് എടുത്തിട്ട് നേരെ പെൻസിലൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന ഒരു രീതി. വിഷ്വൽ എയ്ഡ്സ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ടീച്ചിങ് എയ്ഡ്സ് ആണ് വിഷ്വൽ എയ്ഡ്സ്. സബ്ബൂറ, ബ്ലാക്ക് ബോർഡ്, വിത്താക്കാത്ത്, കാർഡുകൾ, ഖറായിത്ത്, ചാർട്ട്, ലൗഹാത്ത്. പിന്നെ ലൗഹാത്ത് പറഞ്ഞാലും ബോർഡ്. അതുപോലെ തന്നെ ഗ്ലോബ്, അൽ ഖുറത്തുൽ അർദിയ, റുസൂം, ചിത്രങ്ങൾ. ഇതൊക്കെ ക്ലാസ് റൂമിലേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റും. ചാർട്ട്, നമ്മൾ മുഖം മൂടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിഷ്വൽ എയ്ഡ്സ്. ഇതിനാണ് അൽ വസായിലുൽ ബസരിയ എന്ന് പറയുന്നത്. ഓഡിയോ എയ്ഡ്സ് ആവുമ്പോൾ റേഡിയോ, അതുപോലെ തന്നെ റെക്കോർഡിംഗ് ആയിട്ടുള്ള അങ്ങനത്തെ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ലിദാ അൽ മദ്രസ, സ്കൂൾ റേഡിയോ, അതുപോലെ മുക്കബ്ബിറാത്ത്, ലൗഡ് സ്പീക്കർ, അജീസ്, തസ്ജീല്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ഡിവൈസുകൾ, ഇതൊക്കെ പറയും. ഇനി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് ഓഡിയോ ആൻഡ് വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. രണ്ടുണ്ടാവും, ഓഡിയോ ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും. ഫിലിമുകൾ, വീഡിയോസ്, നാടകങ്ങൾ, മസ്റഹത്തിൽ, TV, ടെലിവിഷൻ ഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുക. അതൊക്കെ ഓഡിയോ ആൻഡ് വിഷ്വൽ രണ്ടും കൂടി വരുന്നതാണ്. മൾട്ടിമീഡിയ എന്ന് പറഞ്ഞാല് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് ഇസ്തിമാലും ഇദ്ദത്ത് വസായത്തിന് മുഖ്തലിഫ് തഹദീലും മുഖ്തബാബി തുരീഖത്തും തഫാവലി, വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് കുട്ടികളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കുകൾ, അതുപോലെ തന്നെ നല്ല ശബ്ദങ്ങൾ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമ്മുടെ പഠന ഭാഗത്തിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പിന്നെ റുസൂമുൻ മുത്തഹരിക്ക, ചലിക്കുന്ന രൂപത്തിലുള്ള ഇങ്ങനെയുള്ള ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്ന, നമുക്കറിയാലോ ഓരോ രൂപത്തിലുള്ള. അതുപോലെ തന്നെ വീഡിയോസ്, മൾട്ടിമീഡിയ എന്ന് പറഞ്ഞാൽ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു പ്രൊജക്ടർ ഇട്ടിട്ട് അതേ സമയം തന്നെ വീഡിയോ കാണാം. അതുപോലെ അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ചിത്രങ്ങൾ എന്നാൽ PDF ഫയലുകളായിട്ട്, അതുപോലെ പവർ പോയിന്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെ കാണിക്കാം. ഇങ്ങനെ എല്ലാം കൂടി ഒരേ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതിനാണ് മൾട്ടിമീഡിയ എന്ന് പറയുന്നത്. ഇസ്തിമാലു ഇദ്ദത്ത് വസായത്തിൻ മുഖ്തലിഫ, ഒരേ സമയം തന്നെ വ്യത്യസ്ത സംഇയും ബസ്രിയും വരും, അതല്ലാത്തതും വരും, ഒക്കെ കൂടി കൂടിയിട്ടുള്ളതാണ് ഈ മൾട്ടിമീഡിയ എന്ന് പറയും. ഓരോന്നിന്റെ ഉദാഹരണങ്ങളും പഠിച്ചു വെക്കും. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഏരിയയാണ് തഖ്വീം, ഇവാലുവേഷൻ എന്നാലോ എന്ത് എന്നുള്ളത്. തഖ്വീം അൻസുറും റൈസിയും ഹാംഫി അമലിത്ത. നമുക്കറിയാം ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇവാലുവേഷൻ എന്നുള്ളത്. കാരണം നമ്മളിതൊക്കെ ചെയ്യുന്നതും പഠിക്കുന്നതൊക്കെ ഇവാലുവേഷൻ, കുട്ടിയുടെ മൂല്യം എത്ര ഉണ്ട് എന്ന് നമുക്ക് മൂല്യനിർണ്ണയം നടത്താൻ വേണ്ടിയിട്ട്. കുട്ടി പഠിച്ചപ്പോ ആ കുട്ടിയുടെ പഠനത്തിൽ എന്തൊക്കെയാണ് നേടിയെടുത്തിട്ടുള്ളത്, കുട്ടിയുടെ പോരായ്മകൾ എന്തൊക്കെ, കുട്ടികൾ പോസിറ്റീവായ വശങ്ങൾ ഏതൊക്കെ, ഇത് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ് തഖ്വീം എന്ന് പറയുന്നത്. അതുപോലെ തഹദീദി അസ്ബാബി സൂബാത്തി തഅലൂമില്ലതി യുവാജിഹുൽ മുതഅല്ലിം, ഒരു പഠന കാലഘട്ടത്തിൽ കുട്ടി നേടുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരീക്ഷ നടത്തി ആ കുട്ടിക്ക് തീരെ മാർക്കില്ല, എന്താണ് ആ കുട്ടി അനുഭവിക്കുന്ന ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി. നമുക്ക് ഓരോ ക്ലാസ്സും ഓരോ സ്കൂളും ഓരോ വർഷം ആരംഭിക്കുക തന്നെ ഒരു പരീക്ഷ നടത്തിയാൽ ആ ടോട്ടൽ സ്കൂളിലെ കുട്ടികളുടെ ഒരു സ്റ്റാൻഡേർഡ്, അവരുടെ ഓരോ കുട്ടികളുടെയും കുതിരത്ത് മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ നല്ല മാർക്കുള്ള കുട്ടികൾ വേറൊരു ക്ലാസ്സിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല ക്ലാസിഫിക്കേഷനൊക്കെ വേണ്ടി പറ്റും. ഒന്നും പഠിക്കാത്ത കുട്ടികൾ ഒരു ഏരിയ. അതുപോലെ തന്നെ ഇങ്ങനെ കുട്ടികളുടെ കഴിവുകളെ നമുക്ക് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഇനി അൻവാഉ തഖ്വീമാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, ഫോർമൽ ഇവാലുവേഷൻ, ഇൻഫോർമൽ ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, നടത്തുന്ന വാലുവേഷനാണ്, എക്സാമിനാണ് എന്ത് ചെയ്യുക, ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞു, അപ്പൊ യൂണിറ്റ് കഴിഞ്ഞ് അതിന്റെ അനുബന്ധമായിട്ടൊരു ടെസ്റ്റ് നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു നിശ്ചിത ഏരിയ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഫോർമേറ്റീവ് എന്ന് പറയുന്നത്. ഖിലാല ദിറാസത്തിൽ തത്വീരി മുറാജാത്തിൽ ബറാമജി തഅലീമിയ, പഠിപ്പിക്കപ്പെട്ട ഭാഗം എത്രമാത്രം ആ യൂണിറ്റ് എഫക്റ്റീവ് ആയിട്ടുണ്ട്, കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി സമ്മേറ്റീവ് വാലുവേഷൻ ആണെങ്കിൽ ഖിതാമി അല്ലെങ്കിൽ ഇജ്മാലി, നമുക്കറിയാം കൊല്ലപ്പരീക്ഷ എന്നൊക്കെ പറയുന്ന ഒരു വർഷത്തിൽ ടോട്ടൽ ആ കുട്ടിയെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരീക്ഷയാണ്, അല്ല ഇവാലുവേഷൻ ആണ്, അല്ലെ ഖിതാമി അല്ലെങ്കിൽ അൽ ഇജ്മാലി എന്നൊക്കെ പറയുന്നത്. അൽ തശ്ഖീസ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഡയഗ്നോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാരണം കണ്ടെത്തലാണ്. അപ്പോ കുട്ടിയുടെ കൾച്ചർ ഇപ്പൊ പഠനത്തിൽ വളരെ മോശമാണ്, അല്ലെങ്കിൽ അവനക്ക് ശ്രദ്ധിക്കാൻ അറ്റൻഷൻ കിട്ടുന്നില്ല പാഠഭാഗങ്ങൾ എടുക്കുമ്പോൾ, ഇതെന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ ബേസ് ചെയ്തിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഫോർമൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു നിശ്ചിതമായ അഹ്കാം വാളിഹ വ മുഹദ്ദദ മിസ്ല ഇംതിഹാനി ഷഹാദത്ത് സാനവിയ, ഒരു റസ്മി കൂടുതൽ ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും കാണുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഫോർമൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഷഹാദത്ത് സാനവിയ സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അതിന്റെ അതപ്പോ ഒരു ഒഫീഷ്യലായിട്ട് നടത്തുന്ന ഇവാലുവേഷൻ. ഒന്നുകൂടി ഞാൻ നോക്കിയിട്ട് ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഫോർമൽ ഇവാലുവേഷൻ يمتصل هذا أيضا في التوصل إلى قرارات وأحكام واضحة ومحددة مبينة على أساس سليمة وواضحة. അപ്പോ ഇങ്ങനെയുള്ള ഒരു കോമൺ ആയിട്ട് നമ്മുടെ SSLC എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഒരു രാജ്യത്തിന്റെയും ബേസിക് ആയിട്ടുള്ള യോഗ്യത ഇതിനൊക്കെ ബേസ് ചെയ്ത് ഇത് നടത്തുന്ന ഒരു ഇവാലുവേഷൻ, അതിനാണ് റസ്മി എന്ന് പറയുന്നത്. മറ്റേത് കോമൺ ആയിട്ടുള്ളത് സംഭവം ഇംതിഹാനി എന്ന് പറയാം, അല്ലെങ്കിൽ ഖിതാമി എന്നൊക്കെ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ സമ്മേറ്റീവ് ഇവാലുവേഷന്റെ വേറൊരു രൂപം തന്നെയാണ്. പക്ഷെ കൃത്യമായ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനും ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നിശ്ചയിച്ച് അത് നേടിയാൽ, ആ ഒരു യോഗ്യത നേടിയാൽ എന്ത് ചെയ്തു, ഇപ്പൊ 10ാം ക്ലാസ് യോഗ്യത നേടിയാൽ അതൊരു ഒഫീഷ്യൽ യോഗ്യതയായിട്ട് നമ്മുടെ നാട്ടിൽ കണക്കാക്കപ്പെടുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള അതിനു വേണ്ടിയിട്ടുള്ള പരീക്ഷയാണ് ഫോർമൽ ഇവാലുവേഷനിൽ വരിക. ഒരു റസ്മി എന്ന് പറഞ്ഞാൽ പിന്നെ ത്വരീഖത്തു തഹദ്ദുസ് ഇല തലാമീദ് അനിൽ മൻഹജി ദിറാസി, ഇൻഫോർമൽ ആയിട്ട് ഒരു അധ്യാപകൻ അയാളുടെ ശൈലിയിൽ നടത്തുന്ന പരീക്ഷകൾക്കൊക്കെ ഈ ഒരു റസ്മി എന്നുള്ള രൂപത്തിൽ. ഇതിൽ കാര്യമായിട്ട് ചോദ്യം വരല് ഫോർമേറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷനും ഡയഗ്നോസ്റ്റിക്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചോദ്യം വരിക. അപ്പോ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഈ ഫോർമേറ്റീവ് ഇവാലുവേഷൻ കാര്യമായിട്ട്
നമ്മുടെ കുട്ടിയുടെ ഭാഗത്തുള്ള ഫീഡ്ബാക്ക് ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ആ കുട്ടി എത്രമാത്രം പഠിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ അവന് മനസ്സിലായി എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി അൻവാഉൽ ഇഖ്തിബാർ, ടെസ്റ്റുകളുടെ വ്യത്യസ്ത വിഭാഗങ്ങളാണ് തെഹ്സീലി, തെഹരീരി, ഓറൽ. അഥവാ തെഹ്സീലി എന്ന് പറഞ്ഞാൽ അച്ചീവ്മെന്റ് ടെസ്റ്റ്, തെഹരീരി എന്ന് പറഞ്ഞാൽ റിട്ടൺ ടെസ്റ്റ്, അതുപോലെ തന്നെ ഷഫവി, ഓറൽ ടെസ്റ്റ്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് കാണാറില്ല. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു നല്ല ടെസ്റ്റിന്റെ, ഗുഡ് ടെസ്റ്റിന്റെ ക്വാളിറ്റീസ് ആണ് പറയുന്നത്. തംഫീരിയ, ഇസ്തിമാലിയ, സിബാത്ത്, മൗലൂഹിയ, അസ്വിബ്. ഇത് അഞ്ചും കൃത്യമായി പഠിക്കണം, കാണാതെ പഠിക്കണം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിരന്തരം വരാറുണ്ട്. പ്രാക്ടിക്കബിലിറ്റി ഉണ്ടായിരിക്കണം, കോംപ്രഹെൻസീവ്നെസ് ഉണ്ടായിരിക്കണം, സിബാത്ത് എന്ന വാലിഡിറ്റി ഉണ്ടായിരിക്കണം, മൗലൂഹിയ ഒബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം, സിദക്ക് റിലേറ്റബിലിറ്റി. ഈ ഒരു 5 വിശേഷണങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു ഗുഡ് ടെസ്റ്റിന്റെ വിശേഷണങ്ങൾ ഉണ്ടാകുക. ഇതിന്റെ കൃത്യമായ അറബിയും പഠിക്കുക, ഇംഗ്ലീഷും പഠിക്കുക. ആ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി അടുത്തത് ഓറൽ ടെസ്റ്റ് നമ്മൾ പറയാ ഇഖ്തിബാറു ഷഫവി നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ പിന്നെ ഷഫവി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ വായ, ചുണ്ട് എന്നൊക്കെ രൂപത്തിൽ. അപ്പൊ നമ്മുടെ വായയിലൂടെയുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ ഒരു വിഷയത്തെ പറ്റി നമ്മളോട് സംസാരിക്കാൻ പറയാം. അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു 5 മിനിറ്റ് ഒരു വിഷയം തന്നിട്ട് പ്രസംഗിക്കാൻ വേണ്ടി പറയാം. ഇതാണ് ഇപ്പോൾ ഓറൽ ടെസ്റ്റ്. അപ്പൊ നമ്മൾ എത്രമാത്രം 5 മിനിറ്റിനുള്ളിൽ ആ വിഷയത്തെ പറ്റി സംസാരിക്കാൻ നമ്മളെ പറ്റും, അങ്ങനെ നമ്മൾ ടെസ്റ്റ് നടത്തുന്നതിനാണ് ഷഫവി എന്ന് പറയാം. തെഹരീരി ആവുമ്പോൾ റിട്ടേൺ ടെസ്റ്റ് ആണ്, നമ്മൾ നടത്തുന്ന പരീക്ഷകള് ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾക്കാണ് തെഹരീരി എന്ന് പറയാം, റിട്ടേൺ ടെസ്റ്റ്. അതുപോലെ തന്നെ പിന്നെ തെഹ്സീലി എന്ന് പറഞ്ഞ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വലിയ ഒരു വിഭാഗം തന്നെ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. റിട്ടേൺ ടെസ്റ്റിലാണ് ഒബ്ജക്റ്റീവ് ടൈപ്പും അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ്, എസ്എ ടൈപ്പ്. കാരണം ഒരു പരീക്ഷ എടുത്താൽ നമുക്ക് ഓർക്കാം, ഒരു റിട്ടേൺ എക്സാം നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവും, ട്രൂ ആൻഡ് ഫാൾസ് ഉണ്ടാവും, അതുപോലെ തന്നെ ആൻസർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ ഉണ്ടാവും, പൗതി കൊടുത്തിട്ട് ബാക്കി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോട്ട് ഇട്ടിട്ട്. ഇങ്ങനെയുള്ളതൊക്കെ അൽ ഇഖ്തിബാർ തെഹരീരി റിട്ടേൺ ടെസ്റ്റിലാണ് വരിക. അതുപോലെ തന്നെ എസ് എഴുതാണ്ടാവും, ഷോർട്ട് ആൻസർ ഉണ്ടാവും, ഷോർട്ട് എസ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള എസ് എ ടൈപ്പ് ഇൻഷായി എന്നാണ് പറയാം, ഇൻഷായി. അതുപോലെ അൽ ഖസീരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയൊക്കെ എഴുത്തിന്റെ പരീക്ഷ നമ്മൾ ആലോചിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അതിൽ കാണുന്ന മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ്, എസ് എ ടൈപ്പ്, ഷോർട്ട് എസ് എ, അതുപോലെ ഷോർട്ട് ആൻസർ, അതുപോലെ മാച്ചിങ്, മൾട്ടിപ്പിൾ ചോയ്സ്, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാച്ച് ദി ഫോളോയിങ്, ഫാൾസ് ആൻഡ് ട്രൂ കണ്ടെത്തുക. ഇതൊക്കെ ഇഖ്തിബാറു തെഹരീരിയിൽ വരുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കുക. പിന്നെ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ടെസ്റ്റ് കൃത്യമായിട്ട് പഠിക്കണം, ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരും. ഇനി ഇത് 3 ടേമുകൾ കൃത്യമായിട്ട് പഠിക്കണം. ഇതൊന്നും നിരന്തരം ചോദ്യം വരുന്ന ഏരിയയാണ്. തഖ്ദീറു ദിറാസ, തഖ്ദീറു ലി അജ്ലി ദിറാസ, തഖ്ദീറു ഹുവ ദിറാസ. അസസ്മെന്റ് ഓഫ് ലേണിംഗും അസസ്മെന്റ് ഫോർ ലേണിംഗും അസസ്മെന്റ് ആസ് ലേണിംഗ്. തഖ്ദീറു ദിറാസ എന്ന് പറഞ്ഞാൽ അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ഒരു ഓഫ് എന്ന് പറഞ്ഞാല് നമ്മൾ മനസ്സിലാക്കുക, ഒരു വർഷം കഴിഞ്ഞിട്ട് പഠിച്ചതിന് ശേഷം കുട്ടിയെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സാം, അസസ്മെന്റ് ഓഫ് ലേണിംഗ്. അപ്പൊ ഈ ട്രാൻസ്ലേഷൻ, ഇതിന്റെ അറബിക് ട്രാൻസ്ലേഷൻ, അതിന്റെ ട്രാൻസ്ലേഷൻ കൃത്യമായിട്ട് പഠിക്കണം. ദിറാസ എന്ന് പറയുന്നത് അസസ്മെന്റ് ഓഫ്. ലി അജലി എന്ന് പറഞ്ഞാൽ ഫോർ എന്ന് ആലോചിച്ചാൽ മതി, അസസ്മെന്റ് ഫോർ ലേണിംഗ്. അസസ്മെന്റ് ആസ് ലേണിംഗ്. അപ്പോ ഇവാലുവേഷൻ തന്നെയാണ് പഠനം. അസസ്മെന്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കൊല്ലം നടത്തുന്ന എക്സാമിനാണ് അസസ്മെന്റ് ഓഫ്. അപ്പൊ ഈ കൊല്ല പരീക്ഷകളൊക്കെ ആ ഒരു കാറ്റഗറിയിലാണ് വരിക.
തഖ്ദീറുൽ അജലി ദിറാസ എന്ന് പറഞ്ഞ അസസ്മെന്റ് ഫോർ ലേണിംഗ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ് ടെസ്റ്റുകൾ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് നടന്നതിന് ശേഷം ക്ലാസ് എടുത്തതിന് ശേഷം അധ്യാപകൻ ആ ക്ലാസ്സിൽ നടത്തുന്ന ടെസ്റ്റ്, ഇതൊക്കെയാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് ആവുക. തഖ്ദീർ ദിറാസ എന്ന കുട്ടി തന്നെ സ്വയം ദാത്തി എന്ന് പറയും, സ്വയം വിലയിരുത്തൽ. അപ്പൊ കുട്ടി ഒരു പഠിച്ച ഭാഗത്തിനെ പറ്റി ഒരു നോട്ട് എഴുതുക, അവൻ തന്നെ സ്വയം എഴുതിയിട്ട് അവന് മനസ്സിലാക്കുക അവനക്ക് ആ ഭാഗങ്ങളൊന്നും പഠിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ ഭാഗം മനസ്സിലായിട്ടില്ല എന്ന് അവൻ സ്വന്തം അവനെ തന്നെ ഇവാലുവേഷൻ നടത്തി അസസ് ചെയ്ത് വിലയിരുത്തുന്ന പ്രോസസ്സിനാണ് അസസ്മെന്റ് ആസ് ലേണിംഗ് എന്ന് പറയും. മൂന്നിന്റെയും ടേമുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, മൂന്നിനെ പറ്റി ഒരു ചെറിയ ഐഡിയ ഉണ്ടാവും. ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ഓക്കെ, ഇനി കണ്ടില്ലേ, ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാണ്. അൽ മുസ്തലഹ് അൽ മുഖാബിൽ ഫിൽ ഇൻജിലിസിയ അത്തഖ്ദീറു ഹുവ ദിറാസ. അത്തഖ്ദീറു ഹുവ ദിറാസ ഏതാണ്? കണ്ടില്ലേ, ഇത് നോക്കി. അത്തഖ്ദീറു ഹുവ ദിറാസ, അസസ്മെന്റ് ആസ് ലേണിംഗ്. ഉണ്ടോ ചോദ്യം? കണ്ടോ? അപ്പൊ ഇങ്ങനെ ഇംഗ്ലീഷ് ടേമുകളാണ് പലപ്പോഴും എക്സാമിന് ചോദിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് ട്രാൻസ്ലേഷൻ ഓരോ വാക്കിന്റെയും പഠിക്കണം. അപ്പോ തഖ്ദീർ ഹുവ ദിറാസ എന്ന് പറഞ്ഞ അസസ്മെന്റ് ആസ് ലേണിംഗ്, അസസ്മെന്റ് ആസ് ലേണിംഗ്, ഡി ആണ് ആൻസർ. ഇനി അത്തഖ്ദീമുൽ മുസ്തമിറുൽ മുസ്തവി, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, CCE എന്ന് പറയുന്നത്. ഒരു വർഷം മൊത്തം കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് CCE എന്ന് പറയുന്നത്. വ്യത്യസ്തമായ ടെസ്റ്റുകൾ. അപ്പൊ ഇതിൽ കേവലം റിട്ടൺ എക്സാം മാത്രമല്ല, കുട്ടിയുടെ പ്രൊജക്ട് ഉണ്ടാവും, മറ്റു ആക്ടിവിറ്റീസ്, മറ്റു ആസ്പെക്ടുകളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും തഖ്ദീമുൽ മുസ്തമിർ കണ്ടിന്യൂ ആൻഡ് കോംപ്രഹെൻസീവ്. മുസ്തവബി എന്ന് പറഞ്ഞാൽ കോംപ്രഹെൻസീവ്, എല്ലാ ഭാഗത്തെയും ഉൾക്കൊള്ളിക്കുന്ന. അപ്പോ ടോട്ടൽ ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രോസസ് അതിൽ ബന്ധപ്പെടും. പ്രൊജക്ട്, അതുപോലെ തന്നെ തഖ്സൂസ്, നെദ്വകൾ, കോൺഫറൻസ്, പ്രസന്റേഷൻസ്, സെമിനാറുകൾ, ഇതൊക്കെ കുട്ടി നടത്തിയ ടോട്ടൽ വർക്കുകളെ ബേസ് ചെയ്തിട്ടാണ്. കേവലം എക്സാം, റിട്ടൺ എക്സാം മാത്രമല്ല. വാജിബൻ ദസ്തൂരിയൻ ഫിൽ ഖാനൂനി, നമ്മുടെ ഭരണഘടന നൽകുന്ന ഒരു സംവിധാനം കൂടിയാണ്. കാരണം കുട്ടിയെ കേവലം കുട്ടിയുടെ പരീക്ഷ മാത്രം ബേസ് ചെയ്തിട്ട് ആയിരിക്കരുത് ഇവാലുവേഷൻ നടത്തുന്നത്. അതിനാണ് നമ്മളെ സ്കൂളിലൊക്കെ C-മാർക്കൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടാണ്. എല്ലാ ഭാഗത്തെയും ആസ്പെക്റ്റുകളെയും കുട്ടിക്ക് പരിഗണിക്കണം. കാരണം ചില കുട്ടികൾ പഠനത്തിൽ ബാക്കൗട്ട് ആയിരിക്കും, മറ്റു പല ആക്ടിവിറ്റീസിലെ കുട്ടി മുന്നിലായിരിക്കും, സ്പോർട്സിൽ മുന്നിലായിരിക്കും, അതുപോലെ ആർട്ടിൽ മുന്നിലായിരിക്കും. അതുപോലെ തന്നെ തന്മയത്തിൽ മിൻതഖ അൽ മഅരിഫിയ, അപ്പോ ബുദ്ധിപരമായിട്ടുള്ള, സോഷ്യലായിട്ട്, ആറ്റിഫിയ, ഇമോഷണൽ ആയിട്ട്, ഈ മൂന്ന് ഭാഗത്തെയും ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ കുട്ടി നല്ല ഇമോഷണൽ ആയിട്ട്, മാനസിക സമ്മർദ്ദം, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉണ്ടാവും ചില കുട്ടികൾക്ക്. നല്ല പഠിപ്പിയേക്കാളും ഈ ആറ്റിഫിയത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ സാമൂഹിക വശങ്ങൾ ഉണ്ടാവും. അപ്പൊ പിന്നെ സൊസൈറ്റി സർവീസുകൾ, സമൂഹത്തിൽ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാനുള്ള മെന്റാലിറ്റി, ഇതൊക്കെ ചില കുട്ടികൾക്ക് കൂടുതലുണ്ടാവും. എന്നാൽ ചിലവർക്ക് വെറും പഠനം മറ്റു മാത്രം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതെല്ലാ കഴിവുകളെയും ബേസ് ചെയ്തിട്ട് നടത്തുന്ന ഒരു വാല്യുവേഷൻ ആണ് CCE എന്ന് പറയുന്നത്. ഇനി മറ്റു ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ബാഗാണ് തഖ്തീത്ത്, പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാൻ എന്ന് പറഞ്ഞ് തഖ്തീത്ത് അമലിയത്ത് തഹ്ലീൽ ദിഹ്നി വ കിതാബിൻ യളഉൽ മുഅല്ലിമു ഖബ്ല ദർസ്. എന്താ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരു പാഠം എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇപ്പോ നമ്മൾ ഫായിലിനെ പറ്റി പഠിപ്പിക്കാം. അപ്പൊ ഈ ഫായിൽ എന്ന് പറയുന്നതിനെ എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതിന് അധ്യാപകൻ പ്ലാൻ ചെയ്ത് മാനസികമായിട്ടും അതുപോലെ തന്നെ എഴുത്തുപരമായിട്ടും അതിനെ എഴുതി വെച്ച് പ്ലാൻ ചെയ്ത് ലെസൺ പ്ലാൻ ഒക്കെ റെഡിയാക്കി കുട്ടിക്ക് മുമ്പിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് തഖ്തീത്ത് എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇജ്ആലു അമലിയത്ത് തദ്രീസി മുനല്ലമത്തൻ മുത്തറാബിത്ത, വളരെ പ്ലാനഡ് ആയിട്ട് അതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പഠനം നടക്കുകയും ചെയ്യുന്നു. ജിനുവൽ മഅല്ലിമൽ കസീറ മിനൽ മവാഖിഫി ത്വാരിയ, കാരണം അധ്യാപകന് പെട്ടെന്നുണ്ടാവുന്ന, പ്ലാൻ ചെയ്യാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ പല സംശയങ്ങൾ ചോദിക്കും.
അതുപോലെ പാഠെടുക്കുന്നതിൻ്റെ ഇടയിൽ അധ്യാപകന് പുതിയ ഒരു വിഷയം കാണുമ്പോൾ അധ്യാപകന് ഡൗട്ട് വരും. ഈ ഒരു ഏരിയ ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ എന്ത് ചെയ്യും, കുട്ടിക്ക് മുമ്പിൽ വരും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാനിങ് നടത്തുന്നത്. ഉസാഹിദുൽ മാലിം അൽ ഇഖ്തിയാരി വസീലത്ത് താലീം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത ഏറ്റവും നല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെ നല്ല മീഡിയകൾ, അതേപോലെ തന്നെ ടീച്ചിങ് എയ്ഡ്സുകൾ, വസായിൽ താലീം ഏതൊക്കെയാണ്, ഇതില് പ്രൊജക്ടർ കാണിക്കണോ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ മാത്രം ഉപയോഗിച്ചാൽ മതിയോ, ഇങ്ങനെ കുട്ടി അല്ലെങ്കിൽ ചാർട്ട് കാണിച്ചാൽ മതിയോ, ബോർഡും എഴുതിയാൽ മതിയോ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അധ്യാപകനെ സഹായിക്കും. അതുപോലെ തന്നെ കുട്ടികൾ നേരിടുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ അൽ-ഇക്തിശാഫി ഉലൂബിൽ മൻഹജി ദിറാസി കരിക്കുലത്തിന്റെ പോരായ്മകൾ മനസ്സിലാക്കാനും അത് റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും. ഇനി അൻവാവ് തഖ്തീദ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം ക്വസ്റ്റ്യൻ വരാറുണ്ട്. ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പാഠം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റില് ഒരു ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനാണ് ഖുത്വത്തു ദർസ് എന്ന് പറയുന്നത്. അല്ല, ഖുത്വത്തു ഉസ്ബൂഇ ആണ് ഒരു വീക്കിലി. അപ്പോ അതിൽ ഒന്നിലധികം പാഠം മാത്രല്ല, പിന്നെ ഒരു യൂണിറ്റിന്റെ മൊത്തം ആവും ചെയ്തിട്ടില്ല, എന്നാലോ ഒരു യൂണിറ്റിലുള്ള രണ്ട് പാഠങ്ങളാണ് എടുക്കുന്നത്. ഇങ്ങനെ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചയുടെ ഉള്ളിൽ തീർക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ളതിനാണ് തഖ്തത്തു ഉസ്ബൂഇ വീക്ക്ലി പ്ലാന്. ലെസൺ പ്ലാൻ ആകുമ്പോൾ ഡെയിലി ഇന്നത്തെ ഒരു ക്ലാസ്, ഇന്നിപ്പോ നമ്മൾ സ്കൂൾക്ക് പോവാണ്, ഇന്നത്തെ ക്ലാസ് എടുക്കാനുള്ള ലെസൺ പ്ലാന്. വീക്ക്ലി പ്ലാൻ ആകുമ്പോൾ ഒരു ടോട്ടലി ഒരു ആഴ്ചക്കുള്ള മൊത്തത്തിലുള്ള പ്ലാന്. യൂണിറ്റ് പ്ലാൻ ആകുമ്പോൾ ടോട്ടൽ ഒരു യൂണിറ്റ് മൊത്തം എടുക്കാൻ എങ്ങനെ ലെസൺ പ്ലാൻ ചെയ്യാം. അതുപോലെ ഇയർ പ്ലാൻ ആകുമ്പോൾ തഖ്തീതു സനവി, ഒരു വർഷം മൊത്തത്തിലുള്ള ലെസൺ പ്ലാൻ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഖുത്വത്തു തദ്രീസിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങള്. അൽ മുക്കവനാത്തുൽ ഫന്നിയ, അൽ അഹ്ദാഫ്, കൃത്യമായ ലക്ഷ്യം ഉണ്ടാവും. ഈ പാഠം ഞാൻ പഠിപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഉമ്മാനെ പറ്റിയിട്ടുള്ള ഒരു പാഠമാണെന്നുണ്ടെങ്കിൽ ആ ഉമ്മാനെ പഠിപ്പിക്കുന്നതിനുള്ള അഹ്ദാഫ്, ഗോൾസ് ഉണ്ടാകും, ആക്ടിവിറ്റീസ് ഉണ്ടാവും, നശാത്താത്ത് ഉണ്ടാകണം. അതുപോലെ തന്നെ ഏതൊക്കെ മീഡിയകൾ ഉപയോഗിക്കണം, ഈ പാഠം പഠിപ്പിച്ചതിന് ശേഷം ഇവാലുവേഷൻ നടത്താനുള്ള ഉസ്ലൂബുകൾ, അതിന്റെ മെത്തേഡുകൾ ഏതൊക്കെയാണെന്നല്ല. അതുപോലെ സമയം ഉണ്ടായിരിക്കണം, എത്ര സമയത്തിലാണ് പഠിപ്പിക്കേണ്ടത്, 10 മിനിറ്റ് ആണോ, 20 മിനിറ്റ് ആണോ, 30 മിനിറ്റോ. അതുപോലെ ഡേറ്റ് ഉണ്ടായിരിക്കണം, ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് അലസംബ്ലാനിൽ ഉണ്ടായിരിക്കണം. വെൻവാന് ആ പാഠത്തിന്റെ ഹെഡിങ് ഉണ്ടായിരിക്കണം. സൊഫ് 4 ക്ലാസ് ആണെങ്കിൽ 4 ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 3 ക്ലാസ് ആണെങ്കിൽ 3 ക്ലാസ്. പിന്നെ താലീമുൽ മുത്തളമ്മൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ക്വസ്റ്റ്യൻസ് നിരന്തരം ഇപ്പൊ കാണുന്നുണ്ട്. എന്താ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? വ്യത്യസ്ത ഫീൽഡിലുള്ള ആളുകൾ ഒന്നിച്ചിട്ട്, അതന്നെ ഇൻക്ലൂസ് എന്ന് ചെയ്യാ, ഉൾക്കൊള്ളിക്കുക എന്നുള്ളതിന്റെ അർത്ഥം ആണോ. എൽസമ ദാഖിലൽ ഫുസൂലി ജൗബൻ മുത്തളമ്മൻ ജമീ ബിദുനി ഖുർജ അഹദ് മിനദ് ദാരിസ്. കുട്ടിയെ വ്യത്യസ്തമായ കുട്ടികളായിരിക്കും നമ്മളെ മുന്നിലുണ്ട്. പക്ഷെ കുട്ടി എന്തെയ്യണം, എൽസമ ദാഖിലൽ ഫുസൂലി, ക്ലാസ്സിൽ എല്ലാവരും പ്രവേശിപ്പിക്കണം. ജൗബൻ മുത്തളമ്മൻ, എല്ലാവരും ഉൾക്കൊള്ളിക്കുന്ന ഒരു അന്തരീക്ഷം. അപ്പൊ അതിൽ ഹാൻഡിക്യാപ്ഡ് ഉണ്ടാവണം, മന്ദബുദ്ധികളുണ്ടാവും, പിന്നെ പഠിച്ചാൽ തീരെ മനസ്സിലാത്ത കുട്ടികളുണ്ടാവും, ഓർമ്മയിൽ നിൽക്കാത്തവരുണ്ടാവും, പിന്നെ വികലാംഗരുണ്ടാവും, കയ്യും കാലും മുറിഞ്ഞവരുണ്ടാവും, ജന്മനാലും മുറിഞ്ഞവരുണ്ടാവും, മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസമായിരിക്കണം നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് സർക്കാർ നിർദ്ദേശിക്കുന്ന പുതിയൊരു രീതി. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റുള്ളവരെ മാറ്റി നിർത്തരുത്, എല്ലാവരും ഉണ്ടാകണം. അതില് പട്ടികജാതി ഉണ്ടാകണം, ക്രിസ്ത്യൻ ഉണ്ടാകണം, മുസ്ലിം ഉണ്ടാകണം. അപ്പൊ ഒന്നിന്റെ പേരിലും കറുത്തവന് വെളുത്തവന് എന്നുള്ള നേർക്കൊന്നും ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാം, മുമ്പൊക്കെ അമേരിക്കയിലൊക്കെ കറുത്ത വർഗ്ഗക്കാർക്ക് ക്ലാസ് റൂമുകളിൽ ഇരിക്കാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കേരളത്തിലും ഉണ്ടായിരുന്നല്ലോ. പയ്യങ്കാളി നടത്തിയ സമരങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് മറ്റുള്ളവരോ ഉന്നത കുലത്തിലുള്ള കുട്ടികളൊപ്പം ഇരുന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടായില്ല. അതിനെതിരെ സമരം നടത്തിയതാണ് അയ്യങ്കാളി. അപ്പൊ ഇങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കാറ്റഗറിയിലും, എല്ലാ കമ്മ്യൂണിറ്റിയിലും, എല്ലാ വിഭാഗത്തിലും എന്ത് പ്രയാസത്തിന്റെ പേരിലും ഒരാളെ മാറ്റി നിർത്താൻ പാടില്ല. ഓഫീറുൽ അമലിയാത്തിൽ തോലിബിൻ അസ്ബലാജ്, അതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സഹായം എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികളുടെയും കഴിവനുസരിച്ച് ഫീഡ്ബാക്ക് കിട്ടും. അവരുടെ കഴിവനുസരിച്ചുള്ള ഒരു പഠനം കുട്ടിക്ക് സാധിപ്പിച്ചു കൊടുക്കുക.
അത്താഖു മിൻ മുസാദത്തുൽ മുഅല്ലിമീൻ അൽ ഖുബറ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അത്രയും വ്യത്യസ്ത സ്റ്റേജിലുള്ള കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ല നിപുണന്മാരായിട്ടുള്ള അധ്യാപകരെ കൊണ്ടുവരണം. അതുപോലെ തന്നെ തഖ്തീത്തുൽ അൻശദ് ദിറാസി ഇത്തിബാറൻ ലി മവാഹിബി മുതല്ലബാത്ത് ദാരിസ്, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഈ എല്ലാ കുട്ടികളെയും ബേസ് ചെയ്തിട്ടായിരിക്കണം ക്ലാസ് എടുക്കേണ്ടത്. നല്ല ബുദ്ധിജീവികളെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് എടുക്കേണ്ടത്. എന്റെ ക്ലാസ്സിൽ 10 കുട്ടികളുണ്ട്, 10 കുട്ടികളെ ബുദ്ധിയും വ്യത്യസ്തമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ക്ലാസ്സാണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ള ബോധ്യം അധ്യാപകന് നിർബന്ധമായിട്ടും ഉണ്ടാകും. ഇതിനാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി കരിക്കുലം എന്ന് പറഞ്ഞാൽ മിൻഹജ് ദിറാസ, ഇതിന്റെ ഒക്കെ നിർവചനം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ومجموعة من الوعاد والمقررات الدراسية التي يدرسها الطالب من المدرس المتخصص بالمادة أو المقرر الرئاسي. കരിക്കുലം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, ഇത് മാതയാണ്. എന്താണ് കണ്ടന്റ്, മുഖററാത്ത്, നിശ്ചയിക്കപ്പെട്ട ഏരിയകൾ, പഠിക്കാൻ വേണ്ടി നിശ്ചയിച്ച ഏരിയകൾ. ഇതിനെന്ത് ചെയ്യുന്നു, യദ്റുസു ത്വാലിബു, വിദ്യാർത്ഥി പഠിക്കുന്നു, മിനൽ മുദരിസി, അധ്യാപകനിൽ നിന്ന്, അൽ മുത്തഖസ്സസ് ബിൽ മാത, നിശ്ചയിക്കപ്പെട്ട ഒരു ഏരിയ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ഒരു മുഖറർ, നിശ്ചിതമായിട്ടുള്ള ഒരു പഠിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഒരു ഏരിയ അല്ലെങ്കിൽ കണ്ടന്റ്. ഇതിനാണ് മൻഹജ് ദിറാസി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ നിർവചനം ചോദിച്ചിട്ട് ഇത് ഏതിന്റെ നിർവചനമാണൊക്കെ പരീക്ഷയ്ക്ക് പല എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. യോറഫുൽ ബാദ് അൽ മൻഹജ്, മറ്റു ചിലർ കൊടുക്കുന്ന നിർവചനം അൽ മൻഹജ് ദിറാസി അൽ ഹദീസ് ബിഅന്നഹു ജമീഉൽ അൻശിദതി വൽ ഖുബറാത്ത്, എല്ലാ ആക്ടിവിറ്റീസും എക്സ്പീരിയൻസ് അല്ലത്തി തുഖദ്ദിമു അൽ മുദരിസ അൽ മദ്രസത്തു ലിത്വലബത്തി തഹ്ത ഇശ്റാഫിഹ, ഒരു മദ്രസയുടെ കീഴിൽ അല്ലെങ്കിൽ മദ്രസയുടെ പുറത്ത് എന്തൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ളതിനെ മൊത്തം നിർവചിക്കുന്ന ആ ഒരു കൂട്ടം അൻഷിതകളെയും അതുപോലെ നിർദ്ദേശങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടിട്ട്, ഇപ്പൊ സ്കൂളിലാകട്ടെ, സ്കൂളിന്റെ പുറത്ത് കുട്ടി പോയാലും പഠിക്കേണ്ട അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം, ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലയും ടച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെയാണ് കരിക്കുലം എന്ന് പറയുന്നത്. കിതാബുൽ മുഖറർ, ടെക്സ്റ്റ് ബുക്ക് അതിനെ ഒരു ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ടെക്സ്റ്റ് ബുക്ക്, കിതാബുൽ മുഖറർ എന്ന് പറയുന്നത് കുട്ടിയുടെ കയ്യിലുള്ളതാണ്, കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട്. കിതാബുൽ മുദരിസ് ഹാൻഡ് ബുക്ക് അധ്യാപകന്റെ കയ്യിലുണ്ട്. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു മേഖലയിൽ ഉള്ളത്. ഇനിയിപ്പോ അതില് നേരത്തെ പറഞ്ഞ ത്വരീഖത്തുൽ ഇസ്തിംബാത്തിയും അതുപോലെ ഇസ്തിഖ്റായും ഒന്നും കൂടി ഈ നോട്ടിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്, കൺഫേം ചെയ്തിട്ട് ഞാൻ പറയാം. ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ സംശയങ്ങൾ ഉണ്ടെന്ന് ചോദിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കുറെ എന്തെങ്കിലും അയച്ചിട്ടുണ്ട്, എല്ലാം കൂടി നമുക്ക് നോക്കാനുള്ള നേരം, ഇത് ക്രാഷ് കോഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വായിച്ചിട്ട് സംശയമുള്ള ഭാഗം ഉണ്ടെങ്കിൽ അത് മാത്രം ചോദിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ മെത്തേഡിന്റെയും ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ അല്ലെങ്കിൽ ത്വരീഖത്തുൽ ഖിയാസിയ എന്ന് പറഞ്ഞ ഡിഡക്റ്റീവ് മെത്തേഡ്, അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് മെത്തേഡിന് എന്താണ് ഇംഗ്ലീഷ് പറയാം, ഓരോന്നും കൃത്യമായിട്ട് പഠിക്കണം. ഇസ്തിംബാത്തിയ എന്ന് പറഞ്ഞ ഇൻവെൻഷൻ മെത്തേഡാണ്. ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ മെത്തേഡുകളുടെ ഇംഗ്ലീഷ് ടേമുകൾ പഠിക്കണം. ലെക്ചറിങ് മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഇതില് പറയാത്തൊരു ഏരിയ എന്ന് പറയുന്നത് ത്വരീഖത്തുൽ ഹിവാർ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ആണ്. ത്വരീഖത്തുൽ ഹിവാർ, ത്വരീഖത്തു സെക്രാത്തിയ എന്ന് പറയുന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. ത്വരീഖത്തു സെക്രാത്തിയ, ഇത് സെക്രാട്ട് എന്ന് പറയുന്ന ഒരാളാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഞാൻ അതിന്റെ ഒരു ചെറിയ നോട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഫോട്ടോ ഞാൻ അയച്ചു തരാം. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ചിലപ്പോ ചില മെത്തേഡുകൾ ചോദിച്ചിട്ട് ഇത് കണ്ടെത്തിയ ആള് എന്നുള്ള നിലക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ സെക്രാട്ട് എന്ന് പറയുന്ന ആളാണ് അത് കണ്ടെത്തിയിട്ടുള്ളത്. ത്വരീഖത്തുൽ ഹിവാർ, അതിന് ത്വരീഖത്തു സെക്രാത്തിയ, ചില എക്സാമുകൾക്ക് ഇപ്പൊ ചില മെത്തേഡുകൾക്ക് 2 പേരുണ്ടാവും. ആ 2 പേരിൽ ഒന്ന് കൊടുത്തിട്ട് ഈ മെത്തേഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരിൽ, ഇങ്ങനെ ചോദ്യങ്ങളും കാണാൻ പറ്റും. അതിന് 3 സ്റ്റെപ്പുകളാണ് പറയുന്നത്. ത്വരീഖത്തു ഹിവാറിന് മുഖദ്ദിമ ഉണ്ടായിരിക്കണം, അർദുൽ മൗദൂ, ടോപ്പിക് ഉണ്ടായിരിക്കണം, അതുപോലെ തസബ്ബുത്തു വദ്ദംജു എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കൂടി പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം 2 ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്നുകൂടെ വായിച്ചു നോക്കി. എന്തെങ്കിലും ഭാഗത്തിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സ്റ്റോറി മെത്തേഡ് നമ്മൾ പറഞ്ഞു. പിന്നെ പ്രോബ്ലം സോൾവിങ് മെത്തേഡ്, ത്വരീഖത്തു ഹല്ലുൽ മുഷ്കില,
ഇതൊക്കെ ഇംഗ്ലീഷ് ടേമുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പ്രൊജക്ട് മെത്തേഡിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ ത്വരീഖത്തു തദ്രീബിൽ ഇസ്തിഫ്ഹാമി അല്ലെങ്കിൽ ത്വരീഖത്തുൽ ഇസ്തിലാമി, രണ്ടു പേരിലും എൻക്വയറി ട്രെയിനിങ് മെത്തേഡ് എന്നാണ് പറയുന്നത്. എൻക്വയറി ട്രെയിനിങ് മെത്തേഡ്, അതും കൂടി ഞാൻ അതിൽ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. നോട്ട്സിൽ ഇല്ലാത്ത ഭാഗങ്ങളാണ് ഇടുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ, ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവിടുന്ന് ചോദ്യങ്ങൾ വരില്ല. മെത്തേഡിന്റെ ട്രാൻസ്ലേഷന് അത് ആരെ കണ്ടെത്തിയെന്ന് പറയുന്നത്. ഈ ത്വരീഖത്തുൽ ഇസ്തിലാമി അല്ലെങ്കിൽ ത്വരീഖത്തു തദ്രീബുൽ ഇസ്തിഫാമി അഥവാ എൻക്വയറി ട്രെയിനിങ് മെത്തേഡ് കണ്ടെത്തിയ ആള് റിച്ചാർഡ് ഷൂമാൻ ആണ്. അപ്പോൾ അത് ആരാണ് കണ്ടെത്തി എന്നുള്ള നിലക്കൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ മെത്തേഡ് പിന്നെ നമ്മൾ പറഞ്ഞു 19ാം നൂറ്റാണ്ടിലാണ് ട്രാൻസ്ലേഷൻ മെത്തേഡിന്റെ ആവിർഭാവം എന്നാണ് പറയുന്നത്. ഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു. പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ത്വരീഖത്തു തവാസുലിയ പറയാറുണ്ട്. ത്വരീഖത്തു തവാസുലിയ, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ ചിലപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് ടേമുകൾ ചോദിക്കാറുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, അത് കമ്മ്യൂണിക്കേഷനാണ് പ്രാധാന്യം. അപ്പോ നമ്മൾ ഇപ്പോൾ ഒരു നാട്ടിൽ പോയി, ഇപ്പോൾ ഗൾഫിൽ പോയാൽ എങ്ങനെയാണ് നമ്മൾ അവിടുന്ന് ആളുകളായിട്ട് നമ്മൾ സംസാരിക്കുന്നു. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ത്വരീഖത്തു തവാസുലിയ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അന്നല്ലുവത്ത് അദാത്തുലി തവാസുലി വത്തഫാവും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു മാർഗം. അപ്പൊ ഇതില് എന്തിലെ ഫോക്കസ് ചെയ്യാളോ, എങ്ങനെ നന്നായി കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളത് മാത്രമല്ല, കുറെ ഭാഷയും സാഹിത്യം പഠിച്ചു വെക്കലും എന്നുള്ളതല്ല. ഭാഷയുടെ ഡ്യൂട്ടി, ഭാഷ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനും നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന ഉദ്ദേശമാണ്. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായി കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് ഈ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിലൂടെ പ്രധാനം കൊടുക്കുന്നത്. അപ്പോൾ ഇസ്തിമാ, സ്പീക്കിംഗ്, ഇത് രണ്ടിനാണ് പ്രാധാന്യം. ഇത് കുട്ടിയെ മുറക്കസത്തുൻ ഹൗല ത്വാലിബി, കുട്ടിക്കാണ്ട് ചാൻസ് കൊടുക്കാം. ഇപ്പൊ രണ്ട് കുട്ടികളെ വിളിക്കാം, അവരോട് പറയാം നിങ്ങൾ രണ്ടാളും ബസ് സ്റ്റാൻഡിൽ കണ്ടുമുട്ടിയാൽ അവിടെ ഉള്ളൊരു കോൺവെർസേഷൻ നിങ്ങൾ രണ്ടാളും അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പൊ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, അപ്പൊ അടുത്ത ആള് മിന്നയിനത്ത ജുടുന്ന വരുന്നത്, അപ്പൊ ഞാൻ മിനൽ മുസ്തഷ്ഫ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇങ്ങനെ നമ്മൾ എക്സാമിനൊക്കെ ഉണ്ടാവുമല്ലോ, ഈ രൂപത്തിൽ പഠിപ്പിക്കുന്ന രീതിയാണ് ത്വരീഖത്തു തവാസുലിയ എന്ന് പറയുന്നത്. പിന്നെ പ്ലേവേ മെത്തേഡ് നമ്മൾ പറഞ്ഞു. പിന്നെ ത്വരീഖത്തു തഫാഉലിയയും ഇന്ററാക്റ്റീവ് മെത്തേഡ്. ത്വരീഖത്തു തഫാഉലിയ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. അതിന്റെ ഒരു സ്ഥാപകനുണ്ട്, ആളുകളെ പേരൊന്ന് മനസ്സിലാക്കിയ നോട്ട് ഫോട്ടോ ഗ്രൂപ്പിൽ അയക്കുന്നുണ്ട്. ത്വരീഖത്തു തഫാഉലിയ هذه طريقة جادة فعالة في الصفوف العالية لأن في هذه طريقة أهمية المعلم والطلاب سواء، هذا مرجوة في الصفوف الديمقراطية. وعرف بيو سميث أن تعلم نظام الأعمال والأنشطة التي يكتسبها الطالب بواسطة العلاقات بين الأشخاص. നേരത്തെ നമ്മൾ പറഞ്ഞ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിനെ പോലെ തന്നെയാണ് ഇത് ഇന്ററാക്റ്റീവ് മെത്തേഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇന്ററാക്റ്റീവ് എന്ന് പറഞ്ഞാൽ പരസ്പരം പിന്നെ ബന്ധങ്ങൾ, വ്യക്തികൾക്കിടയിലുള്ള ബന്ധങ്ങളെ സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ എങ്ങനെ നല്ല വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ഇന്ററാക്റ്റീവ് മെത്തേഡ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, അതുപോലെ തന്നെ ഇപ്പൊ ഡിസ്കഷൻ ഗ്രൂപ്പ്, പൊതുവിഷയങ്ങളിൽ ചർച്ച നടത്തുക, അതുപോലെ ഇങ്ങനെയൊക്കെ നമ്മൾ ഭാഷ സ്വായത്തമാക്കാനുള്ള മാർഗങ്ങൾ നേടി വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. പിന്നെ അഡ്വാൻസ് ഓർഗനൈസർ അൽ മുനല്ലമത്തുൽ മുത്തഖദ്ദിമ, ഇത് ഒരു എക്സാമിന് അതിന്റെ ഇംഗ്ലീഷ് ടേം ചോദിച്ചിരുന്നു. അൽ മുനല്ലമത്തുൽ മുത്തഖദ്ദിമ എന്ന് പറയുന്ന അഡ്വാൻസ് ഓർഗനൈസർ ഓസുബലാണ് ആ ഒരു തിയറി കൊണ്ടുവന്നിട്ട്. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ആ ഭാഗം ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട്, ജസ്റ്റ് നോക്കാം.
അഡ്വാൻസ് ഓർഗനൈസർ അൽ മുനല്ലമാത്തുൽ മുത്തഖദ്ദിമ. അതിനെ സ്ഥാപിച്ച ആള് ഓസ്വെൽ ആണ്. അത് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മെത്തേഡാണ് മോഡൽ ഇക്തിസാബുൽ മാരിഫ, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അത് ഞാൻ നോട്ട് വിട്ടിട്ടുണ്ട്. അത് പിന്നെ ചിലപ്പോൾ എക്സാമിന് നേരത്തെ പറഞ്ഞ ട്രാൻസ്ലേഷൻ ആയിരിക്കും ചിലപ്പം ചോദിക്കല്. മോഡൽ ഇക്തിസാബുൽ മാരിഫ, ഇക്തിസാബ് പറഞ്ഞാൽ അറ്റൈൻ ചെയ്യുക, നേടിയെടുക്കുക. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ജോർജ് ഓസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരാള്, ബ്രൂണർ, ദ്രുംസി ബ്രൂണർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരായിട്ടുള്ള ജോർജ് ഓസ്റ്റിംഗ്, അതുപോലെ തന്നെ ജാക്കഡൈന്, ഗോർഡനോ, ഇങ്ങനെയൊക്കെ പറയുന്ന 3-4 ആളുകളാണ് ആ തിയറി കണ്ടെത്തുന്നത്. 5 അവാമിലുകളാണ്, ആസ്പെക്റ്റുകളാണ് അതിൽ പ്രധാനമായിട്ടും പരിചയപ്പെടുത്തുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാൻ അതിന്റെ ആളുകളൊന്ന് ആരൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഇപ്പൊ അതില് പ്രോഗ്രാംഡ് ലേണിംഗ്, തഅലീമുൽ മുബർമജ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. ചിലപ്പോൾ ട്രാൻസ്ലേഷൻ ആയിരിക്കും ചോദിക്കല്. തഅലീമുൽ മുബർമജ്, പ്രോഗ്രാംഡ് ലേണിംഗ്. تقدم المواد الدراسية أمام طلبة في نظام مرتب مرحلة بعد مرحلة بعد أن قسمها إلى وحدات صغيرة. അപ്പോൾ വലിയൊരു ഏരിയയെ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കിയിട്ട് ഇങ്ങനെ ആ ഒരു ചെറിയ യൂണിറ്റുകളെ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ വലിയൊരു ഏരിയ ആയിരിക്കും. ആ ഏരിയനെ നമ്മൾ പിന്നെ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞ മാതിരി ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയായിട്ടാണ് ഈ പ്രോഗ്രാംഡ് ലേണിങ്ങിനെ പരിചയപ്പെടുത്തുന്നത്. ഏതായാലും ഞാൻ അയച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചാളെ. മൈക്രോ ടീച്ചിങ് നമ്മൾ പറഞ്ഞു, അതിന്റെ ഓരോ മഹാറാത്തുകളും പറഞ്ഞു നമ്മള്. പിന്നെ ഈ ഒരു ജസ്റ്റ് ഒന്ന് ഈ ഒരു ഏരിയയും കൂടി ചിലപ്പോൾ ചോദിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള ചില സ്ട്രാറ്റജികളെ പറ്റി ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പറയുന്നുണ്ട് പെഡഗോഗിയുടെ. അതൊന്ന് നോക്കിക്കാണേ. ഇസ്ത്രാജിയാത്ത് ലി തത്വീരി അൽ മഹാറാത്തി അത്തവാസുനിയ, നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് വർദ്ധിപ്പിക്കാൻ ഇസ്തിമാൽ ജുംല അൽ ബസീത്ത് വൽ കസീർ, അതുപോലെ തന്നെ ബലായി ആയിട്ടുള്ള വശങ്ങൾ ഉപയോഗിക്കുക. നല്ല ജസ്റ്റേഴ്സ്, നല്ല നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ആക്ഷൻസ്, ഇതൊക്കെ വളരെ പ്രധാനമാണ്. സംസാരിക്കുന്ന ഏരിയയിൽ ക്ലാരിറ്റി ഉണ്ടാക്കണം. അതുപോലെ തന്നെ യൂസ് ഓഫ് പോസ്, നമുക്കറിയാം, നിൽക്കേണ്ടടുത്ത് നിന്നിട്ട് വോയിസ് മോഡുലേഷൻ, അതുപോലെ തന്നെ പിന്നെ നമ്മളെ നിൽക്കണം സ്റ്റൈലി, ഇതൊക്കെ ഐ കോണ്ടാക്ട്, അതുപോലെ തന്നെ യൂസ് ഓഫ് ഓഡിയോ ആൻഡ് വിഷ്വൽ എയ്ഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള സ്ട്രാറ്റജികളായിട്ട് ജസ്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ടെന്ന് വായിച്ചു നോക്കാം. പരീക്ഷയ്ക്ക് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ്. പിന്നെ കോഗ്നിറ്റീവ് തിയറി നമ്മൾ പറഞ്ഞു, ബ്രൂണറിന്റെ, അതുപോലെ തന്നെ പിയാഷ, ഷൂമാൻ, ഇവരൊക്കെ നദരിയത്തുൽ മഅരിഫയുടെ ആളുകളാണ്. ആ ഭാഗം ഒന്ന് നോക്കാം. അതിനിതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സമയമെടുത്ത് പറയുന്നത്. നമുക്ക് എല്ലാ ഭാഗങ്ങളും കിട്ടിയിട്ടോട്ടെ എന്നുള്ള നിലക്കാണ്. ബിഹേവിയർസ് നമ്മൾ പറഞ്ഞു, കൺസ്ട്രക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു, നദരിയത്തുൽ മഅരിഫ് കോഗ്നിറ്റീവ് തിയറിനെ പറ്റിയിട്ടുള്ള നോട്ട് ഞാൻ വിട്ടിട്ടുണ്ട്. കൺസ്ട്രക്റ്റീവ്സത്തെ പറ്റി പറഞ്ഞു. പിന്നെ ഇതില് കൺസ്റ്റിറ്റ്യൂഷത്തിലെ ZPD പറ്റിയൊക്കെ നേരത്തെ വിശദീകരിക്കുന്ന ഭാഗം ഞാൻ നേരത്തെ തന്നെ അയച്ചത്. പിന്നെ ഇതില് ഈ അസിമുലേഷനും അക്കോമഡേഷനും അഡാപ്റ്റേഷനും ഇക്ലിബിരിയം, ഇതിന്റെയൊക്കെ ടേമുകൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് അതിന്റെ ട്രാൻസ്ലേഷൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ആ ഭാഗം കൂടി വിട്ടിട്ടുണ്ട്. ഓരോന്നിനും എന്താണ് ഇംഗ്ലീഷിൽ പറയാം, തവാസുൻ എന്നാണ് ഇക്ലിബിരിയത്തിന് പറയാം. ഈ ZPD പറയുമ്പോൾ പരിചയപ്പെടുത്തുന്ന ടേമുകളാണ്. അതുപോലെ തന്നെ പിയാഷിന്റെ തിയറികളൊക്കെ പറയുന്നിടത്ത് അപ്പൊ അതിൻ്റെയൊക്കെ അറബി ടേമുകൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മുവാഅമത്ത് എന്നാണ് അക്കോമഡേഷനെ പറയുന്നത്, അഡാപ്റ്റേഷന് തക്യൂഫ് എന്നാണ് പറയുന്നത്. പിന്നെ കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ് ആകുമ്പോൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ടേമുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു.
ഇനി ഇതില് മറ്റൊന്നാണ് പ്രൊജക്റ്റ്, അതുപോലെ തന്നെ അസൈൻമെന്റുകളൊക്കെ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റെപ്പുകൾ. അത് ഒരു 9 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാണ് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാല്. ഒന്ന് പറയുന്നത് ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. ഉൻവാന്, ഏതൊരു പ്രൊജക്റ്റിനും ഹെഡിങ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ മുഖദ്ദിമ ഉണ്ടായിരിക്കണം. പിന്നെ പറഞ്ഞു അഗ്റാദ്, ഏത് പ്രൊജക്റ്റിനും ഒബ്ജക്റ്റീവുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫർളിയത്തുൽ മഷ്റൂ, ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നേടിയെടുക്കുന്ന, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പരിചയപ്പെടുത്തണം. ജംഉൽ മാലൂമാത്ത്, ഡാറ്റ കളക്ഷൻ ഉണ്ടാകണം. തഹ്ലീൽ, അനലൈസ് ഉണ്ടാകണം. ഇഖ്തിറാഹത്ത്, സജഷൻസ് ഉണ്ടാകണം. ജസ്റ്റ് ഒന്ന് വായിക്കാം. അൽ മുറാജ, റെഫറൻസ് ഉണ്ടാവണം. നമ്മൾ എന്ത് വിഷയത്തെ പറ്റിയാണ് ഗവേഷണം നടത്തുന്നതിന് വേണ്ടി നമുക്ക് റെഫറൻസ് ഉണ്ടാകണം. അൽ മുൽഹഖ് എന്ന് പറഞ്ഞ ആനക്സ് ക്വസ്റ്റ്യൻസ് ആണ്, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഏത് ഒരു അസൈൻമെന്റ് സെമിനാറുകൾ എടുത്താലും ഉണ്ടായിരിക്കണം. ഖുത്വാത്തു അൽ മഷ്റൂ ഞാൻ നേരത്തെ പറഞ്ഞു, അത് നമ്മൾ കഴിഞ്ഞ ആ ഒരു വീഡിയോയിലുണ്ട്, നമ്മളാ PPT-യിലുണ്ട്. തസ്ദീദ്, ജംഉൽ മാലൂമാത്ത്, തഹ്ലീലുൽ മാലൂമാത്ത്, ഏതാദ്, തഖ്രീർ, തഖ്ദീം. ഒരു പ്രൊജക്ടിന്റെ സ്റ്റെപ്പുകളാണ് ആ പറയുന്നത്. പിന്നെ ഇതിൽ മുഅശ്ശിറാത്തു തഖ്വീം, ഇവാലുവേഷൻ ടൂൾസ് എന്ന് പറയാറുണ്ട്. ഇവാലുവേഷൻ ടൂൾസ് ഖുത്വാത്തുൽ മഷ്റൂ ആണ്. പിന്നെ ഒരു പ്രൊജക്ടിന്റെ സ്റ്റെപ്പുകളാണ് ഇപ്പോ ലാസ്റ്റ് ആഴ്ച. അതിന്റെ തഖ്ദീദ്, ജംഉൽ മാലൂമാത്ത്, ഡാറ്റ കളക്ഷൻ ഉണ്ടായിരിക്കണം. തഹ്ലീൽ മാലൂമാത്ത്, ഇദാദു തഖ്രീർ, തഖ്ദീം. അതുപോലെ മുഅശ്ശിറാത്തു തഖ്വീം, ഇവാലുവേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അസൈൻമെന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഇവാലുവേഷൻ നടത്തേണ്ടത്. മുആദബത്ത് ഉണ്ടാകണം, നിത്യമായിട്ട് ആ ആക്ടിവിറ്റിയിൽ അവർ പങ്കാളിത്തം ഉണ്ടാകണം. അതുപോലെ മുഷാറക്കാരുടെ പങ്കാളിത്തം, എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം. അതുപോലെ അൽ ജൂദത്തു, അതിന്റെ സ്റ്റെപ്പുകൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം. ഒറിജിനാലിറ്റി ഉണ്ടാകണം, ആരും കോപ്പി അടിക്കാൻ പാടില്ല. അതുപോലെ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാകണം. അതാണ് മുഅശ്ശിറാത്ത്. പിന്നെ പ്രൊജക്ടിന്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ സെമിനാർ എന്താണെന്ന് പറയാം, മുനാക്കശ, ഡിസ്കഷൻ. നെടുവാന്ന പറയാം സെമിനാറിന്, മുനാക്കശ, ഡിസ്കഷൻ. ഇനി പിന്നെ ഇവാലുവേഷനുകൾ പറഞ്ഞു, സമ്മേറ്റീവും ഫോർമാറ്റീവും, ഫോർമലും ഇൻഫോർമലും ഒക്കെ പറഞ്ഞു. ഇനി ഇതില് ഇവാലുവേഷൻ ടെക്നിക്സ്, ഇത് ആ നോട്ട്സിലില്ല, ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുന്ന. ഇവാലുവേഷൻ ടെക്നിക്സുകൾ ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്ന് മുലാഹവ, ഒബ്സർവേഷൻ ആണ്. ഞാൻ വിടുന്ന നോട്ട്സ് അതിൻ്റെയാണ്. ഒന്ന് എല്ലാവരും ഒന്ന് വായിക്കാം. ഇവാലുവേഷൻ ടെക്നിക്സുകളിൽ പെട്ടത് എന്നുള്ള നിലക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിൽ ഞാൻ വിടുന്ന ഒന്ന് വായിക്കുക. ഒന്ന് മുലാഹവ, ഒബ്സർവേഷൻ ചെയ്യലാണ്. ഒരു കുട്ടിയെ പറ്റി നമുക്ക് നിരീക്ഷിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് ചെക്ക് ലിസ്റ്റ്. ഇത് ഏതൊരു എക്സാമിന് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ രൂപത്തിലായിരുന്നു ക്വസ്റ്റ്യൻ. ഇതില് ഇവാലുവേഷൻ ടെക്നിക്സ് പെട്ടത് കണ്ടെത്തുക എന്നുള്ള രൂപത്തിലായിരുന്നു ചോദ്യം. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു മുലാഹള ഇവാലുവേഷൻ ടെക്നിക്കിന്റെ ഒന്നാണ്, ഒബ്സർവേഷൻ ചെയ്യുക, ഒരു വിദ്യാർത്ഥിയെ ഒബ്സർവ് ചെയ്യുക. രണ്ടാമത്തെ പറയുന്നത് പിന്നെ ചെക്ക് ലിസ്റ്റ് ആണ്. ഖവായിമ് തുർക്കിക്ക് അല്ലെങ്കിൽ മുറാജ, അതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് അറബി ടേമുകൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അനക്ഡോട്ടൽ റെക്കോർഡ്സ്, സിജ്റാത്തുൽ ഹവാദിസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, അൽ മുനാഖഷ അൽ ജിമാഇയ്യ. അതുപോലെ തന്നെ മഖായിസു തഖ്ദീർ, റേറ്റിംഗ് സ്കെയില്, മുഖാബലാത്ത്, ഇന്റർവ്യൂ. അതുപോലെ തന്നെ മറ്റൊന്നാണ് സോഷ്യോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നുണ്ട്. BEd പഠിക്കുന്ന ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ DLED ഒക്കെ പഠിക്കുന്നവർക്ക് കൃത്യമായിട്ട് അതിൽ ക്ലാസ് ഉണ്ടാവും. പിന്നെ സോഷ്യോഗ്രാം, അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയർ നടത്താം. ഓരോന്ന് എന്താന്നുള്ള നോട്ട്സ് ഒന്ന് ജസ്റ്റ് വായിച്ചു വെക്കുക. സംശയം ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കാം. ലാബ് ദോറ്, റോൾ പ്ലേ. ഇതിൽ എന്താണ് പിന്നെ എക്സാമിന് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് ചോദിക്കല്, പക്ഷെ അതിന്റെ ഒക്കെ ടേമുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് എന്നുള്ളത്. അപ്പൊ ഈ 10 കാര്യങ്ങൾ
ഏകദേശം 10 11ഓളം കാര്യങ്ങളാണ് ഇവാലുവേഷൻ ടെക്നിക്കുകളായിട്ട് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ വാജിമാത്തുൽ മൻസിലിയ, ഹോംവർക്ക്, അതുപോലെ അൽ അസ്ഇല വൽ അജീബ, ക്വസ്റ്റ്യൻ ചെയ്യുക, ആൻസർ ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് കുട്ടികളുടെ സ്കില്ല് മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെ 11ഓളം ടെക്നിക്സുകളാണ് ഇവാലുവേഷൻ ടെക്നിക്ക് എന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്നും കൂടി ഓർക്കുക. ആദ്യം പറഞ്ഞത് മുലാഹള, രണ്ടാമത്തത് ചെക്ക് ലിസ്റ്റ്, മൂന്നാമത്തെ അനക്ഡോട്ടൽ റെക്കോർഡ്സ്, 4 ഗ്രൂപ്പ് ഡിസ്കഷന്, 5 റേറ്റിംഗ് സ്കെയില്, 6 മുക്കാബലാത്ത്, 7 സോഷ്യോഗ്രാം, 8 ക്വസ്റ്റ്യനെയർ, ലാബ് ദോറ് റോൾ പ്ലേ, അതുപോലെ തന്നെ ഹോംവർക്ക്, പിന്നെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ ഇഖ്തിബാറു, തഹരീരി, മൗലൂഇ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. മൗലൂഇ ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ്. ഇതില് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതും കൂടി ഒന്ന് ഞാൻ ഫോട്ടോ വിടുന്നുണ്ട്. ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കണം. ഒബ്ജക്റ്റീവ് ടൈപ്പിന്റെ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ് ടൈപ്പ് ഏതൊക്കെ രൂപത്തിൽ ചോദ്യങ്ങൾ വരാം? 4 രൂപത്തിലാണ് നമുക്കൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ്. കാരണം 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്കറിയാം, ആ രൂപത്തിലാണ് വരിക. ഒന്ന് ഫാൾസ് ആൻഡ് ട്രൂ, ശരിയോ തെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാച്ച് ചെയ്യുക, മാച്ച് ദി ഫോളോയിങ്. അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ്, പിന്നെ ചോദ്യം കൊടുത്തിട്ട് ഉത്തരം ബ്രാക്കറ്റിൽ തിരഞ്ഞെടുക്കുന്ന രൂപത്തിൽ മൾട്ടിപ്പിൾ ചോയ്സ്. കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ഒരു വരി കൊടുത്തിട്ട് അതിന്റെ ബാക്കി ഭാഗം പൂരിപ്പിക്കാൻ. ഈ 4 രൂപത്തിലാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരിക. എസ്എ ക്വസ്റ്റ്യന് ഇൻഷായി എന്നും പറയും, ഷോർട്ട് ആൻസർ ആണെങ്കിൽ ഖസീരി എന്നും പറയും. കരിക്കുലം എന്താന്ന് പറഞ്ഞു. പിന്നെ ടെക്സ്റ്റ് ബുക്ക്, കരിക്കുലം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റുകൾ കൊടുത്തിട്ട് ഇതില് കരിക്കുലം ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള നിലക്ക് കോഡ് 1 കണ്ടെത്താനൊക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഭാഗം ഒന്ന് അയച്ചിട്ടുണ്ട്. കരിക്കുലം ഉണ്ടാക്കുമ്പോൾ അറബിക്കിന്റെ കരിക്കുലം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതിന്റെ പ്രിൻസിപ്പിൾസ്. 1 ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. ഇഹ്തിമാമുൽ മൻഹജ് ബി ഇഹ്തിറാമി ശഖ്സിയത്തി ത്വാലിബി, കുട്ടിയുടെ വ്യക്തിത്വത്തെ പരിഗണിക്കണം. കുട്ടിയുടെ ബുദ്ധിയെ, ഓരോരുത്തരും ഓരോ ബുദ്ധിയാണ്, കുട്ടിയുടെ ബുദ്ധികളുടെ അളവ് പരിഗണിച്ചിട്ടായിരിക്കണം കരിക്കുലം തയ്യാറാക്കേണ്ടത്. നല്ല ബുദ്ധിയുള്ള ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്തെടുക്കരുത്, എന്നാൽ തീരെ ഇല്ലാത്തവരെ ആ രൂപത്തിലാക്കരുത്. അതുപോലെ കുട്ടിയുടെ സ്കില്ല് ബേസ് ചെയ്യണം. കുട്ടിക്ക് അൽ ഇഹ്തിറാം ബി ഹുരിയത്തി താബീർ, കുട്ടിക്ക് നന്നായിട്ട് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് നോക്കണം. അതുപോലെ കുട്ടിയുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, അതുപോലെ കുട്ടിയെ ബേസ് ചെയ്തിട്ടാണ് പ്രാധാന്യം ഏത് കരിക്കുലം തയ്യാറാക്കും. പിന്നെ തഖ്തീദുൽ ഫസ്ലി നമ്മൾ പറഞ്ഞു, തഖ്തീദുൽ ഉസ്ബൂഇ, തഖ്തീദുൽ സനവി, ഇയർ പ്ലാനും മറ്റൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ കാര്യമായിട്ടുള്ളത് ബ്ലൂംസ് ടാക്സോണമിയിൽ കൊഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്ന ഏരിയകൾ, കൊഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്ന അൽ മജാലുൽ മാരിഫിയ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ഏരിയകൾ ജസ്റ്റ് ഏതൊക്കെ ഞാൻ കളർ കൊടുത്ത ഭാഗങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അൽ മജാലുൽ മാരിഫി. ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്വസ്റ്റ്യൻസ് വരലില്ല, എങ്കിലും ഇപ്പോ വന്നിട്ട് നിങ്ങൾ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകരുത്. അൽ മജാലുൽ മാരിഫി 5 ഭാഗങ്ങളാണ് കൊഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്നത്. കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യത്തിനാണ് ഈ കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. അതില് മാരിഫത്ത്, നമ്മളത് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി പറഞ്ഞപ്പോൾ അതിന്റെ പിക്ചർ അതിൽ വിട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ PDF-ലുണ്ട്. മാരിഫ, അതുപോലെ തന്നെ കോംപ്രഹെൻഷൻ അഥവാ നോളജ് ആൻഡ് കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനലൈസിസ്, സിന്തസിസ്, തത്ബീർ, ഈ 5ആണ്. ഇനി പിന്നെ അപ്പൊ നമ്മൾ കൊഗ്നിറ്റീവ് ഡൊമൈനിന്റെ ഭാഗങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അതുപോലെ അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന ഏരിയ ഏതൊക്കെയാണ് എന്ന് നോക്കുക. അഫക്റ്റീവ് ഡൊമൈനിൽ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് ഇസ്തിഖ്ബാൽ, റിസീവിംഗ് ആണ്. അതുപോലെ രണ്ടാമത് ഇസ്തിജാബ,
റിസ്പോണ്ടിങ് ആണ്. 3 തഖീം വാല്യുവേറ്റിംഗ് ആണ്. തൻദീം ഓർഗനൈസിങ് ആണ്. അതുപോലെ തന്നെ തദ്വീത്ത് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ 5 അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്ന ഭാഗം. ഇത് ഏതൊക്കെയാന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിക്കൂല. ഞങ്ങൾ ബേജാറാക്കണ്ട എന്നുള്ള നിലക്കാണ് പിന്നെ എല്ലാം കൂടി എടുത്തിട്ട് പ്രയാസപ്പെടുത്താത്തത്. എന്നാലും ജസ്റ്റ് ഒന്ന് ഈ ഭാഗത്തിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി പോകുക എന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ 3ാമത്തെ ഡൊമൈൻ ആണ് സൈക്കോ മോട്ടോർ ഡൊമൈൻ. അതിന്റെ ട്രാൻസ്ലേഷനും പലപ്പോഴും ചോദിക്കാറുണ്ട്. അൽ മജാലു നഫ്സി അൽ ഹർക്കി അല്ലെങ്കിൽ അൽ മഹാരി അൽ ഹർക്കി. സൈക്കോ മോട്ടോർ ഡൊമൈന്. ഈ ഡൊമൈനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചോദ്യങ്ങൾ, അതിന്റെ ട്രാൻസ്ലേഷനൊക്കെ ചോദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് അൽ മജാലു നഫ്സി അൽ ഹർക്കി എന്നുള്ളതിന്റെ ട്രാൻസ്ലേഷൻ സൈക്കോ മോട്ടോർ ഡൊമൈൻ ആണ്. അതിൽ വരുന്ന ഭാഗങ്ങളാണ് ഞാൻ വിട്ടിട്ടുള്ളത്. ഇപ്പോ 3 ഡൊമൈനുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ആസ്പെക്റ്റുകളാണ് നമുക്ക്. പിന്നെ അൽ ഇദാത്തുൽ മദ്രസ എന്ന് ചിലപ്പോൾ ചോദിക്കാറ്. സ്കൂൾ റേഡിയോ അത് മനസ്സിലാക്കുക. സ്കൂൾ റേഡിയോ സ്കൂളുകളിൽ ഭാഷ പഠിക്കാൻ വേണ്ടി റെഡിയാക്കുന്ന ഒരു സംവിധാനമാണ് അൽ ഇദാത്തുൽ മദ്രസിയ. സ്കൂൾ റേഡിയോ എന്ന് പറയുന്ന, ഇതാ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രോഡ്കാസ്റ്റിംഗ് എന്നറിയാലോ. അതുപോലെ പിന്നെ നമ്മൾ സ്കൂളുകളിൽ നടക്കുന്ന അറബി ലാംഗ്വേജ് ആക്ടിവിറ്റീസിൽ ഒന്നാണ് സ്കൂൾ റേഡിയോ. അതുപോലെ സ്കൂൾ ലൈബ്രറി. അപ്പോ സ്കൂൾ റേഡിയോ ഉണ്ടെങ്കിൽ ആ ദിവസത്തെ പ്രധാന വാർത്തകൾ വായിക്കാൻ, അതുപോലെ പ്രത്യേക അറിയിപ്പുകൾ, ഇതൊക്കെ കുട്ടികൾക്ക് ഭാഷയിൽ കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും? നൈപുണ്യം നേടാൻ സാധിക്കും. അതുപോലെ നമ്മുടെ സ്കൂളിലെ ലാംഗ്വേജിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊന്നാണ് ലൈബ്രറി. സ്കൂള് ലൈബ്രറി. അപ്പൊ അതൊന്ന് ജസ്റ്റ് പിന്നെ ഓർത്ത് വെച്ചാളി. ഞാൻ അതൊന്ന് ഫോട്ടോ അയക്കുന്നുണ്ട്. സ്കൂള് ലേണിംഗ് ആൻഡ് ലിറ്റററി ആക്ടിവിറ്റീസ് സ്കൂളിൽ നടക്കുന്ന ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ ചിലപ്പോൾ. അപ്പൊ അതിൽ പെട്ട ഒന്നാണ് സ്കൂൾ റേഡിയോ, പിന്നെ സ്കൂൾ ലൈബ്രറി, അതുപോലെ തന്നെ അസ്വിഹാഫ വത്തഹരീർ. സ്കൂളുകളിലെ ജേണല്, പത്രം, ഇതൊക്കെ ഭാഷകളിലുള്ളത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്കൂളിൽ എന്ത് ചെയ്യും? അത് ഭാഷാ പഠനത്തിന് സഹായിക്കും എന്നുള്ളത് മറ്റൊരു പോയിന്റ്. അതുപോലെ അറബി ക്ലബ്ബ്, നാദി അൽ ലുഗത്തി അൽ അറബിയ. അറബി ക്ലബ്ബുകളും ഭാഷയുടെ പഠനത്തെ പുരോഗതി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ലിറ്റററി ഫോം, അതുപോലെ തംസീർ, നാടകങ്ങൾ അവതരിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ഭാഷ നമുക്ക് സജീവമാക്കാൻ പറ്റുന്ന മാർഗങ്ങളായിട്ട് പരിചയപ്പെടുത്തും. അപ്പൊ ഈ 6 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇതാണ് ഭാഷയിൽ നമുക്ക് അറബി ഭാഷ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ ഭാഷകളാകട്ടെ പഠിപ്പിക്കപ്പെടാൻ നമുക്ക് സ്കൂളുകളിൽ നടത്തപ്പെടാൻ പറ്റുന്ന മാർഗങ്ങൾ. അപ്പൊ 6 ഓർക്കുക. തംസീല്, ജമിയത്തുൽ അദബിയ, ലിറ്റററി ഫോറം അഥവാ സാഹിത്യ ക്ലബ്ബ്, ലാംഗ്വേജ് ക്ലബ്ബ്, അതുപോലെ തന്നെ ജേണൽസ് ആൻഡ് പിന്നെ പത്രങ്ങൾ, സിഹാഫ, അതുപോലെ ലൈബ്രറി, സ്കൂൾ റേഡിയോ. പിന്നെ മറ്റൊന്നാണ് നമ്മൾ മുഹാദസാത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം. മൊത്തം നമ്മൾ അറബിക് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ എല്ലാ ടെക്സ്റ്റ് ബുക്ക് എടുത്താലും ഉള്ള ഒരു കണ്ടന്റ് നമുക്ക് ഒന്നില്ലെങ്കിൽ അത് നഷീദയാവും, അല്ലെങ്കിൽ കോൺവെർസേഷൻ ആവും, അല്ലെങ്കിൽ ഹിക്കായാവും. ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ഖിതാബ്, പ്രസംഗമായിരിക്കും. 5ാമത്തെ 7ാമത്തെ ഇൻഫർമേഷൻസ് ആവും. ഇത് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കണം. അറബിയിലെ മുഹാദസാത്തുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്ന് പറഞ്ഞു, നഷീദ, പാട്ട് അല്ലെങ്കിൽ മൻലൂമ എന്നൊക്കെ പറയുന്നതാണ്. 2ാമത്തത് ഹിവാർ, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ ഹിവാറുകൾ കാണാൻ പറ്റും. 3ാമത്തത് ഹിക്കായ, ഒരു സംഭവം റിപ്പോർട്ട് ചെയ്ത് പറയാം. 4ാമത്തത് മുഹാദസ. മുഹാദസ പറഞ്ഞാൽ പ്രസംഗങ്ങൾ, ഖിതാബ്, സ്പീച്ച്. ഇതിനാണ് ഖിതാബ് എന്ന് പറയുന്നത്. മുഹാദസ 5 അൽ ഇലാമാത്ത്, ഇൻഫർമേഷൻസ്, എന്തെങ്കിലും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുക. പിന്നെ 6ാമത്തെ മുഹാദസ ആണ് കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാല് റിസാലകൾ, നമ്മൾ ലെറ്ററുകൾ എഴുതുക. അതുപോലെ തന്നെ നമ്മൾ ലെറ്റർ എങ്ങനെ എഴുതുക,
ഉപ്പാക്ക് എഴുതിയത് വാപ്പങ്ങോട് തിരിച്ചയച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറസ്പോണ്ടൻസിലാണ് വരിക. അത് പഠിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് മക്കാല എസ്സകൾ പഠിപ്പിക്കുക, കിസ്സസ് സ്റ്റോറികള്. അതുപോലെ തന്നെ അടുത്തൊരു മുഹാദസയാണ് മുഹാദസത്തുൽ ക്ലാസിക്കിയ. ക്ലാസിക്കിയ എന്ന് പറഞ്ഞാല് ക്ലാസിക്കൽ ലിറ്ററേച്ചറുകൾ പഠിപ്പിക്കുക. അങ്ങനെ 10 മുഹാദസകളാണ് ടോട്ടലി അറബി ഭാഷയിൽ ഉള്ളത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇതാണ് അറബിയിലെ 10 മുഹാദസാത്തുകൾ എന്ന് പറയുന്നത്. ഗ്രൂപ്പിൽ ആ ഭാഗം വിട്ടിട്ടുണ്ട്. പിന്നെ ഓരോ സ്കില്ലുകളുടെ നമ്മൾ നേരത്തെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, ഈ ബ്ലാക്ക് ബോർഡ് യൂസേജിന്റെ സ്കില്ലുകൾ, അതുപോലെ തന്നെ ക്വസ്റ്റ്യനിങ്, മറ്റേ മൈക്രോ ടീച്ചിങ്ങിന്റെ ഭാഗം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നൊന്നര ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ മതി. ആ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും. ഇൻഷാ അല്ലാഹ് അത്രയൊക്കെയാണ് പെഡഗോഗിന്റെ ഭാഗങ്ങളിൽ. മാക്സിമം എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചോദിക്കണം, മടിക്കരുത്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഭാഗത്തിലൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഒരുപാട് നേരം വൈകുന്നു, ഞാൻ മൊത്തം തീർക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. ഇൻഷാ അല്ലാഹ് ഇനി പെഡഗോഗിന്റെ ഭാഗത്തുനിന്ന് ക്ലാസ് ഉണ്ടാവില്ല. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വൈകുന്നേരത്തെ ഫ്രീ കിട്ടുന്ന സമയത്ത് ഡിസ്കഷൻ തുടങ്ങാം. പിന്നെ മലയാളത്തിന്റെ ക്ലാസ് ഉണ്ടാവും. ടീച്ചർക്ക് ഇതൊരു ഒഴിവ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് യൂട്യൂബിലുള്ള 1-2 നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ അയച്ചു തരും ചെയ്യാം. ശരി എന്നാ, ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.